നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. നമസ്തേ, ഞാൻ പ്രദീപ് പിള്ള. ഇന്ന് വിശേഷപ്പെട്ട ദിവസമാണ്. പ്രധാന തലക്കെട്ടുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ പിന്നിൽ കാണുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ്. ഇന്നലെ തന്നെ അദ്ദേഹത്തിന് ഗുജറാത്ത് സന്ദർശനത്തിനിടയിൽ വഴിയിൽ നിന്നൊക്കെ സർ ഹാപ്പി ബർത്ത്ഡേ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരു സ്വാതന്ത്ര്യം, ഒരു അടുപ്പം ഓരോ കൊച്ചുകുട്ടിക്കും തോന്നുന്ന രീതിയിലുള്ള ഒരു റീച്ച് വന്നിരിക്കുന്നു. ഇന്ന് വിശ്വകർമ്മ ജയന്തിയുമാണ്. ഇത് രണ്ടും നമ്മൾ സമുചിതമായി ഇന്ന് പുത്തൻപുലരിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പുത്തൻപുലരിയിൽ ഇന്ന് പ്രിയപ്പെട്ട ജോർജ് കുര്യൻ കൂടി ചേരുകയാണ്, കേന്ദ്രമന്ത്രി. ഞാനത് സർപ്രൈസ് ആക്കി വെച്ചേക്കുമായിരുന്നു സാർ, പക്ഷെ ആദ്യമേ തന്നെ അല്ല, കാണാത്തവരുണ്ടെങ്കിൽ വേഗം വന്ന് കാണണം, കാണാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ വിളിച്ചുണർത്തണം. അതിനു വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും നമുക്ക് തലക്കെട്ടുകൾ നോക്കിയാലോ. പ്രധാന വാർത്തകളിലേക്ക്. 74-ാം പിറന്നാൾ നിറവിൽ പ്രധാന സേവകൻ. സേവന പ്രവർത്തനങ്ങൾ നടത്തി ആഘോഷമാക്കാൻ BJP. ഗുജറാത്തിലും വ്യത്യസ്തമായ പരിപാടികൾ. ആശംസകൾ നേർന്ന് പ്രമുഖർ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജിവെക്കും. അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ MLA-മാരുടെ യോഗം രാവിലെ. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുമായി കൂടിക്കാഴ്ച വൈകിട്ട് 4:30. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പകരക്കാരനെ ചൊല്ലി ആം ആദ്മിയിൽ തർക്കം രൂക്ഷം. നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറത്ത് ആരോഗ്യവകുപ്പിന്റെ പരിശോധന ഇന്നും തുടരും. രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ വീടുകൾ തോറും സർവേ. സമ്പർക്ക പട്ടിക ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക. തിരുവാലി പഞ്ചായത്തിൽ കർശന നിയന്ത്രണം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. അപകട സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. P. ജയരാജന്റെ തുറന്നു പറച്ചിലിൽ വെട്ടിലായി CPF ബ്രാഞ്ച് സമ്മേളന കാലയളവിലെ വെളിപ്പെടുത്തൽ. നേതൃത്വം അങ്കലാപ്പിൽ. ജയരാജന്റെ വെളിപ്പെടുത്തലിൽ ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രിക്കും മുന്നറിയിപ്പ്. ഇന്ന് ദേശീയ തൊഴിൽ ദിനം. വിശ്വകർമ്മ ജയന്തി ആഘോഷത്തിൽ രാജ്യം. വിവിധയിടങ്ങളിൽ വിപുലമായ പരിപാടികൾ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യക്ക് ഇന്ന് കിരീട പോരാട്ടം. എതിരാളികൾ ചൈന. ഫൈനൽ വൈകിട്ട് 3:30. സെമി ചൂടിൽ കേരള ക്രിക്കറ്റ് ലീഗ്. ആദ്യ മത്സരം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ട്രിവാൻഡ്രം റോയൽസും തമ്മിൽ. കൊല്ലം സെയിലേഴ്സിന്റെ എതിരാളികൾ തൃശൂർ ടൈറ്റൻസ്. നവയുഗം രചിക്കാൻ നരേന്ദ്രൻ. നരേന്ദ്രയുഗത്തിന്റെ 74 വർഷങ്ങൾ. വടക്കുകിഴക്കൻ ഗുജറാത്തിലെ വഡ്നഗർ എന്ന ചെറുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ ഭാരതം എന്ന മഹത്തായ രാഷ്ട്രത്തെ പരം വൈഭവത്തിൽ എത്തിക്കാൻ മാത്രം അവതാരമെടുത്ത മഹാമനീഷിയാണെന്ന് തോന്നിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായും ഭാരതത്തിന്റെ പ്രധാന സേവകനായും ഒക്കെ നരേന്ദ്രമോദി കുപ്പായമിട്ടെങ്കിലും ജീവിത ലക്ഷ്യം രാഷ്ട്രത്തിന്റെ സമ്പൽ സമൃദ്ധി തന്നെയാണ്. പ്രധാനമന്ത്രി പദത്തിലിരുന്ന് പലരും നമ്മെ നയിച്ചു. ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ. അടൽ ബിഹാരി വാജ്പേയി എന്ന കർമ്മയോഗിയുടെ കാലം മാറ്റി നിർത്തിയാൽ ഭാരതമെന്നും ഭാരതീയരെന്നും ശിരസുയർത്തി പറയാൻ 140 കോടി ജനങ്ങൾക്കും ഊർജം പകർന്ന പ്രഭവ കേന്ദ്രം നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്.
2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതു മുതലാണ് ഭാരതത്തിന്റെ പരിവർത്തന കാലം ആരംഭിച്ചത്. രാജ്യത്തെ പട്ടിണി ചൂണ്ടിക്കാട്ടി പരിഹസിച്ച ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ന് എല്ലാ അർത്ഥത്തിലും അജയ്യരാണ് നാം. മഹാമാരി കാലത്ത് ലോക ജനതയ്ക്ക് മുന്നിൽ ഭാരതത്തിന് ധന്വന്തരി മൂർത്തി രൂപത്തിൽ അവതരിച്ച് വൈദ്യസഹായങ്ങൾ നൽകാനായതും നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി മാത്രമാണ്. ലോകരാഷ്ട്രങ്ങൾക്കിന്ന് ഭാരതം മാറ്റി നിർത്താനാകാത്ത സുഹൃത്താണ്. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്കും കൗരവർക്കുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന പോലെ റഷ്യയും ഉക്രൈനും തമ്മിൽ കലഹിക്കുമ്പോൾ വസുദൈവ കുടുംബകം എന്ന വേദമന്ത്രം ഉരുവിട്ട നരേന്ദ്രമോദിയെ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാൻ നിയോഗിച്ചതും കാലചക്രം തന്നെയാണ്. ശാരീരികമായി പല അക്രമങ്ങളെയും നേരിട്ടിട്ടുണ്ട്. മാനസികമായി അതിലേറെയും. പ്രതിപക്ഷം തൊടുക്കുന്ന ആരോപണ ശരങ്ങളൊന്നും ആ ശരീരത്തെയോ മനസ്സിനെയോ തളർത്തിയിട്ടില്ല. ധർമ്മത്തിലൂന്നിയ ആ ചിന്തകളും പ്രവൃത്തികളും എന്നും ഈ രാഷ്ട്രത്തിനുപരി ലോകത്തിനാകെ മുതൽക്കൂട്ടാണ്. നരേന്ദ്രന്റെ തേരോട്ടങ്ങൾ ഇവിടെ നിലയ്ക്കുന്നില്ല. ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ, ജനം. നവഭാരത നായകൻ 74-ാം പിറന്നാൾ രാജ്യം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നയങ്ങളിലെ കൃത്യതയും നടപ്പാക്കലിന്റെ വേഗതയുമാണ് നരേന്ദ്രമോദി എന്ന ജനനായകനെ വ്യത്യസ്തനാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ സേവാ പ്രവർത്തനങ്ങളാണ് BJP നടത്തുന്നത്. ശൂര നരേന്ദ്ര മഹേന്ദ്ര ദവനാദം മഹാമേഘ ഗർജനം പോ. 1980 സെപ്റ്റംബർ 17 അഹമ്മദാബാദിലെ വാഡ്നഗറിൽ ദാമോദർ ദാസ് മുൾചന്ദ് ഹീരാബെൻ ദമ്പതികളുടെ മകനായി ജനനം. ദാരിദ്ര്യവും വെല്ലുവിളികളും നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു മോദിയുടേത്. പഠനത്തോടൊപ്പം വാഡ്നഗർ റെയിൽവേ സ്റ്റേഷനിലെ ചായക്കടയിൽ അച്ഛനെ സഹായിക്കുകയും ചെയ്തിരുന്നു. 1959 രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖയിലേക്ക് മോദി എത്തുന്നത്. 8 വർഷത്തോളം ശാഖയിൽ സേവകനായി മുഴുവൻ സമയവും ചെലവഴിച്ചു. നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ആരംഭമായിരുന്നു അവിടം. പിന്നീട് 1967 ആത്മീയതയുടെ പാത പിന്തുടർന്ന 3 വർഷം ഹിമാലയ യാത്രയിലായിരുന്നു. രാജ്യം മുഴുവൻ കുടുംബമാണെന്ന് നിശ്ചയിച്ച് RSS പ്രചാരകനായി സമൂഹത്തിലേക്ക് ഇറങ്ങിയതോടെയാണ് നരേന്ദ്രമോദിയുടെ ഐതിഹാസികമായ പൊതുജീവിതം ആരംഭിക്കുന്നത്. തേജസ്സിലെന്നും മനോജ്ഞ നരേന്ദ്ര 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 ആ ചന്ദ്രതാരം വിളങ്ങട്ടെ നാമം നരേന്ദ്ര 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 സൗവർണ സിന്ദൂര തേജസ്സിലെന്നും മനോജ്ഞ നരേന്ദ്ര. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്ന് പോരാടി. അന്ന് ഗുജറാത്ത് ലോക് സംഘർഷ് സമിതിയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു മോദി. 1987 നരേന്ദ്രമോദി സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. 1991 മുരളി മനോഹർ ജോഷിയും LK അദ്വാനിയും നടത്തിയ രഥയാത്രയുടെ ചുക്കാൻ പിടിച്ചത് നരേന്ദ്രമോദിയായിരുന്നു. ഭീകരവാദികളെ വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് വിഘടനവാദ ശക്തികൾ അഴിഞ്ഞാടിയിരുന്ന കശ്മീരിലെ ലാൽ ചൌക്കിൽ ഭാരതത്തിന്റെ ത്രിവർണ പതാക പറത്തിയ ഉശിരുള്ള നേതാവിനെ രാജ്യം കണ്ടു. ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്ര ദാമോദർ ദാസ് മോദി ചുമതലയേൽക്കുന്നത്. അക്കാലത്തെ രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് ജനപിന്തുണയിലൂടെ തിരിച്ചടിച്ച നരേന്ദ്രമോദി തലയുയർത്തി നിന്നു. മോദിയുടെ വളരെ വേഗത്തിലുള്ള ഗുജറാത്ത് വികസന മോഡൽ രാജ്യമെങ്ങും ചർച്ച ചെയ്തു. 2013 ജൂണിൽ ഗോവയിൽ നടന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗമാണ് നരേന്ദ്രമോദിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയത്തോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലേറി. मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि
പിന്നീട് അങ്ങോട്ട് അധികാര സമവാക്യങ്ങൾ തിരുത്തിയെഴുതിക്കൊണ്ടുള്ള ശക്തമായ ചുവടുകളാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി നടത്തിയത്. നോട്ട് നിരോധനം, സർജിക്കൽ സ്ട്രൈക്ക്, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, കൊറോണ പ്രതിരോധം എന്നിങ്ങനെ കരുത്തുറ്റ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും തീരുമാനങ്ങൾ കൈക്കൊള്ളാനും നരേന്ദ്രമോദിക്കായി. പതിറ്റാണ്ടുകളായി രാജ്യം ഭരിച്ചിരുന്നവർ പാലിക്കാതിരുന്ന കർത്തവ്യങ്ങൾ നടപ്പിലാക്കി മുൻപോട്ട് പോകുന്നതിലൂടെയാണ് നരേന്ദ്രമോദി ജനപ്രിയ ഭരണാധികാരിയായി നിലകൊള്ളുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയെ ഇന്ന് വിദേശ രാഷ്ട്രങ്ങൾ ലോക നേതാവായി വാഴ്ത്തുകയാണ്. ഒരു സംഘപ്രചാരകന്റെ ലക്ഷ്യബോധത്തോടെ നവഭാരതത്തെ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനം ടിവിയുടെ പിറന്നാൾ ആശംസകൾ. ന്യൂസ് ഡെസ്ക് ജനം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അല്ലെ, 100 ദിവസങ്ങൾ പിന്നിടുകയാണ് 3ാം നരേന്ദ്രമോദി സർക്കാർ. എന്തൊക്കെയായിരുന്നു അഭിപ്രായ സർവേകൾ വന്ന ശേഷം ഫലം വരാൻ തുടങ്ങിയപ്പോൾ പോലും ഇത് അസംഭവ്യമാണ്. അതിനോടനുബന്ധിച്ച് വന്ന ക്ലെയിംസ് പുതിയ പ്രധാനമന്ത്രിയൊക്കെ തീരുമാനിച്ചിരുന്നു പ്രതിപക്ഷം. എന്തായാലും 3ാം വട്ടവും അധികാരമേറ്റു. ആദ്യ 100 ദിവസങ്ങളിൽ തന്നെ ശതകോടികളുടെ പദ്ധതികൾക്കാണ് 3ാം നരേന്ദ്രമോദി സർക്കാർ അനുമതി നൽകിയത്. സാധാരണക്കാരെയും കർഷകരെയും ലക്ഷ്യം വെച്ച് നിരവധി ജനപ്രിയ പദ്ധതികളാണ് ആദ്യ 100 ദിവസം കൊണ്ട് തന്നെ പ്രഖ്യാപിച്ചത്. 2024 പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് മുമ്പ് തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ നിശ്ചയിച്ചിരുന്നു. അതിനായി പ്രത്യേകം ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി. റോഡ്, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവയ്ക്ക് മാത്രമായി 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത്. കിസാൻ സമ്മാൻ നിധിയുടെ 17ാമത് ഗഡുവായി 20,000 കോടി രൂപ 9.3 കോടി കർഷകർക്കായി വിതരണം ചെയ്യാനായതും ഈ 100 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കായി 1000 കോടി രൂപയുടെ പദ്ധതികൾ അംഗീകരിച്ചു. ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷൻ ഉൾപ്പെടെ 14,200 കോടി രൂപയുടെ 7 പ്രധാന പദ്ധതികളും ആരംഭിച്ചു. തൊഴിൽ നൈപുണ്യ വികസനത്തിനായി 2 ലക്ഷം കോടി രൂപയുടെ പാക്കേജിനാണ് രൂപം നൽകിയത്. മൂലധന ചെലവ് 11.1 ലക്ഷം കോടി രൂപയായി ഉയർത്തി. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ സാധിച്ചതും 100 ദിവസത്തെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. മുദ്രാ വായ്പ 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപയായി ഉയർത്തി. ഇതിനു പുറമെ ടാക്സ് നിർത്തലാക്കിയതും കോർപ്പറേറ്റ് നികുതി കുറയ്ക്കലും കൂടാതെ സ്ത്രീ ശാക്തീകരണ മേഖലയിൽ നിർണായക ചുവടുവെക്കുവാനും 100 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നരേന്ദ്രമോദി സർക്കാരിനായി. എണ്ണമറ്റ നേട്ടങ്ങളുടെ തിളക്കത്തിൽ നിൽക്കുമ്പോഴും ദേശീയ സഹകരണ നയവും അടിസ്ഥാന വർഗ വിഭാഗങ്ങളുടെ ഉന്നമനവും ലക്ഷ്യം വെച്ച് നിരവധി പദ്ധതികളും അണിയറയിൽ തയ്യാറെടുക്കുകയാണ്. ജനം, ഡൽഹി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന അതിഥി നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്തേ, സ്വാഗതം ശ്രീ ജോർജ് കുര്യൻ. പ്രിയപ്പെട്ടവരുടെ കുര്യൻജി പുത്തൻപുലരിയിലേക്ക്. ഞാൻ പ്രദീപ് പിള്ള, എന്നോടൊപ്പം രോഹിണി മഹേഷാണ് ഉള്ളത്. പ്രധാനപ്പെട്ട ഒരു ദിവസം, പ്രധാനമന്ത്രിയുടെ ജന്മദിനം. അത് കേവലം ഒരു പ്രധാനമന്ത്രിയല്ല, ജനമനസ്സറിഞ്ഞ, ജനമനസ്സുകളിൽ ഇടം നേടിയ, ഇന്ന് ഭാരതത്തിനും അപ്പുറത്ത് ലോകത്തിനായി, ലോകസമാധാനത്തിനായി ലോകരാഷ്ട്രങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന വിശ്വനായകന്റെ ജന്മദിനം. ഈ നിമിഷത്തിൽ, ഈ വേളയിൽ അങ്ങേക്ക് പങ്കുവയ്ക്കാനുള്ള ഓർമ്മകൾ, ആശംസകൾ. അല്ല, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സന്തോഷകരമായിട്ടുള്ള കാര്യം, ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനതയുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 3ാം പ്രാവശ്യവും സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കപ്പെടുന്നു. ആദ്യം, അതിനുശേഷം 2 പ്രാവശ്യം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. ജവഹർലാൽ നെഹ്റു ആദ്യം പ്രധാനമന്ത്രിയായത് തിരഞ്ഞെടുപ്പിലൂടെയല്ല. തീർച്ചയായിട്ടും അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ നരേന്ദ്രമോദി അങ്ങനെയല്ല. അദ്ദേഹം ജനങ്ങളാൽ ആദ്യം തിരഞ്ഞെടുക്കപ്പെടുന്നു.
ഒന്നുമില്ലായ്മയിൽ നിന്ന്, സാധാരണ കുടുംബത്തിൽ നിന്ന്, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന്, പിന്നോക്ക കുടുംബത്തിൽ നിന്ന് സാധാരണ ജീവിതം നയിച്ച് ജനങ്ങളുടെ പ്രിയങ്കരനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. അതിനുശേഷം 2 പ്രാവശ്യം കൂടി തിരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ പൂർണ്ണമായിട്ട് ജനകീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ഇന്ത്യൻ ജനതയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ലോകത്തിലെ മുഴുവൻ ജനങ്ങളും സന്തോഷിക്കുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ദിവസം പ്രവൃത്തി ദിവസം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ദിവസമായിട്ട് ഇന്ന് മാറുന്നുള്ളൂ എങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം ഈ ജന്മദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല പുതിയ തലങ്ങളിലേക്ക് നമ്മുടെ വികസനം എത്തിക്കാൻ വേണ്ടിയുള്ള ആ ശ്രമത്തിൻ്റെ തീർച്ചയായിട്ടും ആത്മവിശ്വാസം നൽകുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്ത്യയെ ഒരു 3ാം സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നു എന്നുള്ള പ്രക്രിയ അത് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് എല്ലാവരും അതിൻ്റെ അകത്ത് ഭാഗഭാക്കാകുന്ന ഒരവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം വരുന്നത്. അതെ, തീർച്ചയായും ശ്രീ ജോർജ് കുര്യൻ. അതുമാത്രമല്ല, പ്രധാനമന്ത്രിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ നമ്മുടെ പ്രധാന സേവകൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും മുഴുവൻ സമയവും ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കായും ഉന്നമനത്തിനായും മാത്രമായി ഒഴിഞ്ഞു വച്ചേക്കുന്നു. അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു. എങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രത്തെ നയിക്കേണ്ട വ്യക്തി എന്നതിന് ഇന്നത്തെ കാലത്തെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി മാറുക തന്നെയല്ലേ നമ്മുടെ ജനനായകൻ. തീർച്ചയായിട്ടും. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട് ജനിച്ച് വളർന്ന് സാധാരണക്കാരുടെ മാനസികാവസ്ഥ അറിഞ്ഞ് അത് മനസ്സിലാക്കി അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ മനസ്സിൽ രൂപം കൊണ്ട് അദ്ദേഹം പടിപടിയായിട്ടാണ് അങ്ങനെ അദ്ദേഹം വരുന്നത്. അല്ലാതെ ഏതെങ്കിലും വലിയ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് അതിൻ്റെ പേരിൽ കുടുംബമാഹാമ്യത്തിൻ്റെ പേരിലൊന്നും വന്നയാളല്ല. വലിയൊരു അച്ഛൻ്റെ മകനായിട്ട് വന്ന അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റി എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ജനകീയത അത് എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ലോകം മുഴുവൻ അദ്ദേഹത്തെ അംഗീകരിക്കുവാൻ ആദരിക്കുവാൻ കാരണവും അതുതന്നെയാണ്. എന്തുമാത്രം നമ്മൾ 11ാം സ്ഥാനത്ത് നിന്ന 10ാം സ്ഥാനത്ത് നിന്ന ഇന്ത്യ ഇന്ന് ഏതാണ്ട് 5ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു, 3ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രക്രിയയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സമയമെടുത്ത് തന്നെ 25 വർഷം എടുത്തിട്ടാണ് നമ്മൾ ഒരു വികസിത രാജ്യമാക്കും എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ വിഷനാണ്, അദ്ദേഹത്തിൻ്റെ മിഷനാണ്. അപ്പോൾ ഈ നമ്മുടെ സമ്പത്ത് അത് ഓരോ വ്യക്തികളിലേക്കും എത്തണം. അതിനുള്ള പ്രക്രിയയാണ് നടക്കുന്നത്. എല്ലാവരുടെയും വരുമാനം കൂടണം. കൂടിക്കഴിയുന്ന അവസരത്തിൽ പടിപടിയായിട്ട് നമ്മളൊരു വികസിത രാജ്യമായിട്ട് മാറും. അപ്പോൾ അതിനുള്ള ഒരു സങ്കല്പവും അതിനുള്ള ആത്മവിശ്വാസവും കരുത്തും നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനകീയതയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും. ഞാൻ എനിക്കുള്ള വകുപ്പുകളിൽ തന്നെ ഏതാണ്ട് 100ഓളം ഗ്രാമങ്ങൾ തന്നെ ഇപ്പോൾ ഈ 100 ദിവസത്തെ ഈ പദ്ധതികൾക്കിടയിൽ കർഷക ഗ്രാമങ്ങളായിട്ട് മത്സ്യപ്രവർത്തകർക്കുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്നതിനുള്ള ഗ്രാമങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഫിഷിംഗ് ഹാർബറുകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ പുനരുദ്ധാനവും നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 5000 കോടി രൂപയുടെ പദ്ധതികൾ ഈ 100 ദിവസം കൊണ്ട് ഈ മിനിസ്ട്രിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ അനേകം പദ്ധതികൾ നടപ്പിലാക്കുന്നു. പാവപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് ലോൺ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. അടിസ്ഥാന വികസനത്തിനുള്ള പദ്ധതികൾ രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അനേകം പദ്ധതികൾ ഈ 100 ദിവസത്തെ ഈ കാലയളവിൽ നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ക്ഷേമമാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം, ഈ സർക്കാരിൻ്റെ ലക്ഷ്യം.
ശ്രീ കുര്യൻജി, ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത് പറയുന്നത് പാലിക്കുന്നതിലുള്ള ഒരു ദൃഢനിശ്ചയം ഒന്ന്. രണ്ട്, ഈ മൊത്തം ഭാരതത്തിലെ ഭരണ സംവിധാനത്തിൽ വന്ന ഒരു മാറ്റം, ഒരു അച്ചടക്കം. ഞാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സെക്രട്ടേറിയറ്റും സർക്കാർ ഓഫീസുകളും അടക്കം വന്നിട്ടുള്ള ഒരു വ്യത്യാസം. എങ്ങനെ ഒരു ഒറ്റ മനുഷ്യൻ്റെ സാന്നിധ്യം, ആ വീക്ഷണം അല്ലെങ്കിൽ ആ ദർശനം ഒരു ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കൂ എന്ന് 10, 60, 70 വർഷമായി സ്ഥാപിച്ചിരുന്ന ഒരു നാട്ടിൻ്റെ കൾച്ചർ, ആ സംസ്കാരം തന്നെ മാറ്റി മറിക്കാൻ പോരുന്ന ആ ഒരു വ്യക്തിത്വം, ആ സവിശേഷത, അതേക്കുറിച്ചൊന്ന് പറയാമോ? അല്ല, ആദ്യത്തെ ചോദ്യം, ദൃഢനിശ്ചയം എന്ന് പറയുന്നത് അത് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് നരേന്ദ്രമോദി അത് ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു ദൃഢനിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് 370-ാം വകുപ്പ് അത് 50-കൾ മുതൽ ജനസംഘവും അതുപോലെ തന്നെ BJPയും പറയുന്ന കാര്യം, ആ വകുപ്പ് എടുത്തു കളയാൻ സാധിച്ചത് നരേന്ദ്രമോദിയുടെ ദൃഢനിശ്ചയം കൊണ്ടും ജനങ്ങളുടെ ശക്തമായിട്ടുള്ള പിന്തുണ കൊണ്ടുമാണ്. അതുപോലെ രാമജന്മഭൂമി ഒരിക്കലും പരിഹരിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട്, എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് അദ്ദേഹം രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ജുഡീഷ്യറിയും ജനങ്ങളുടെയും പിന്തുണയോടുകൂടി അത് പൂർത്തിയാക്കുകയും ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് ആശയപരമായ കാര്യത്തിൽ അദ്ദേഹം അത് പൂർത്തിയാക്കിയ. മറ്റൊരു കാര്യം, ഈ മന്ത്രിയായതിന് ശേഷം എനിക്ക് നരേന്ദ്രമോദിജിയെ 91-ലെ ഏകതാ യാത്ര മുതൽ അന്ന് പരിചയപ്പെട്ടെങ്കിലും 93 മുതലുള്ള കാലഘട്ടത്തിൽ യുവമോർച്ചയിൽ പ്രവർത്തിക്കുന്ന, ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ കൂടുതൽ പരിചയപ്പെടുകയും ഇപ്പോഴാണ് അദ്ദേഹം ഞാൻ മന്ത്രിയായതിന് ശേഷമാണ് എന്തുകൊണ്ട് മുമ്പേ ചോദിച്ച കാര്യത്തിൽ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ള കാര്യം, അദ്ദേഹം എല്ലാം ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടും. ഈ ഭരണതലത്തിലുള്ള എല്ലാവർക്കും ഓരോരുത്തർക്കും ബോധ്യപ്പെടും എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രി ശ്രദ്ധിക്കുന്നുണ്ട്. അത്രമാത്രം ഓർമ്മശക്തിയുണ്ട്, അത്രമാത്രം അദ്ദേഹം സമയം ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജാഗരൂകരായിരിക്കും. ഓരോ മന്ത്രിമാരും എന്താണ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്, ഓരോ സെക്രട്ടറിമാരും ഗവൺമെൻറ്റിൻ്റെ IAS തലത്തിലുള്ള സിവിൽ സർവീസ് സെക്രട്ടറിമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, ഓരോ ഓഫീസേഴ്സിൻ്റെയും പ്രത്യേകത എന്താണ്, അവർക്ക് ഏത് രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും, അവരുടെ കഴിവെന്താണ്, അവരുടെ കുറവുകൾ എന്താണ് എന്ന് പ്രധാനമന്ത്രി നേരിട്ട് മനസ്സിലാക്കുന്നു എന്ന് ഉള്ള ബോധ്യം വരുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും അഴിമതി ഇല്ലാതാകും. സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ മന്ത്രിമാരും ബാക്കിയുള്ളവരും അനുബന്ധമായിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ സമയം പരമാവധി രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അല്ലെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിക്കും. അതാണ് ഈ നരേന്ദ്രമോദിയിലുള്ള കഴിവായിട്ട് കണ്ടത്. അത് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞാൻ ഇപ്പോൾ മന്ത്രിയായിട്ട് ഏതാണ്ട് 3 മാസമേ ആയുള്ളൂ, 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതിനിടയിൽ തന്നെ നേരിട്ട് എന്നെ വിളിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്നത്, പല കാര്യങ്ങളും എന്നെ ചുമതലപ്പെടുത്തുന്നു. അപ്പോൾ അതൊക്കെ കാണുന്ന അവസരത്തിൽ ഇങ്ങനെ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ അടുത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക. പിന്നെ ഒരിക്കൽ കാണുന്ന അവസരത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സമയത്ത് പഴയ കാര്യത്തിൻ്റെ ചില പ്രത്യേക അവസ്ഥയെപ്പറ്റി അല്ലെങ്കിൽ പ്രത്യേക നടപടികളെപ്പറ്റി അദ്ദേഹം നമ്മളോട് ചോദിക്കുന്ന അവസരത്തിൽ അപ്പോൾ അത് നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, നിരീക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം വളരെ അച്ചടക്കത്തോടുകൂടി ഉദ്യോഗസ്ഥരായാലും ശരി ബാക്കിയുള്ളവരായാലും ശരി എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഓരോ ദിവസം കഴിയും തോറും അത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ ജാഗരൂകരാകും, കൂടുതൽ കർമ്മനിരതരാകും, കൂടുതൽ സന്തോഷവാന്മാരാകും, ആത്മവിശ്വാസമുണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു സമൂഹത്തിന് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും, ഒരു രാഷ്ട്രത്തിന് വിജയിക്കാൻ സാധിക്കും. അതിൻ്റെ എല്ലാം കേന്ദ്രബിന്ദു തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ഭരണതലത്തിലെ തലവൻ, അദ്ദേഹമാണ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡൻ്റാണെങ്കിലും ഭരണതലത്തിലെ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.
കുരിഞ്ചി, ഈ ജനമനസ്സ് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുറന്ന ജീപ്പിൽ നിന്ന് കൈവീശലോ അല്ലെങ്കിൽ വലിയൊരു റാലിയിൽ വന്നിട്ട് പ്രകടനപരത കാണിക്കുന്നതിലോ അല്ല. ആ ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ഓരോ ആളെയും കാണുക, അവരുടെ മനസ്സറിയുക എന്നുള്ളതാണ്. അങ്ങനെ തൊട്ടറിഞ്ഞ് ആ സ്നേഹത്തിൽ പൊട്ടിക്കരഞ്ഞ ധാരാളം പേരെ നമ്മൾ പലയിടങ്ങളിലായി കണ്ടിട്ടുണ്ട്. എങ്ങനെ കാണാൻ കഴിയുന്നു? ഇതൊരു വിചിത്രമായ ചോദ്യമായി അങ്ങേക്ക് തോന്നാം. പക്ഷേ ഒരു വലിയ പദവിയിലിരുന്ന് ഒരു വലിയ വേദിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഓരോ ആളെയും അണിനിരക്കുന്ന പതിനായിരങ്ങളിൽ നിന്ന് ഓരോ ആളെയും തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് എന്നൊരു ചിത്രം ഉയർത്തി കാണിച്ചാൽ ആ ആളെ കണ്ടെത്തി അടുത്തെത്താനായില്ലെങ്കിൽ പോലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു കഴിവ്, അതങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് പറയാനുള്ളത്? അല്ല, ഇന്ത്യൻ ജനതയുടെ ഇല്ലായ്മയും ദുഃഖവും അദ്ദേഹം നേരിട്ട് തൊട്ടറിഞ്ഞ ആളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് ആരും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് ഭക്ഷണമില്ലായിരുന്നു, ഒരു നേരമാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ വെള്ളം ചുമന്നുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ വെള്ളം ഇല്ല എങ്കിലുള്ള ബുദ്ധിമുട്ട് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. ഒരു വസ്ത്രമേ അദ്ദേഹത്തിന് സ്കൂളിൽ പോകുമ്പോഴുണ്ടായിരുന്നുള്ളൂ, ഒരു ഷൂവേ, വെളുത്ത ഷൂവേ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്കൂളിലെ ചോക്ക് എടുത്തുകൊണ്ട് വന്നാണ് അദ്ദേഹം വെളുപ്പിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഇന്ത്യൻ ജനതയുടെ ഓരോ തലത്തിലുമുള്ള ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, ആ അവസരങ്ങളിലെല്ലാം ഇതെങ്ങനെ പരിഹരിക്കും, എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നടന്ന, രാഷ്ട്രത്തെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ശരീരഭാഷ മനസ്സിലാക്കാൻ, അതായത് ഇന്ത്യൻ പൗരൻ്റെ ശരീരഭാഷ മനസ്സിലാക്കാൻ, മാനസികാവസ്ഥ മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് നരേന്ദ്രമോദിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ പദ്ധതികളും പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പറയും, എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാനിത് ആഗ്രഹിച്ചിരുന്നു. അതുതന്നെയായിരുന്നു നമ്മളെല്ലാം ചെറുപ്പകാലഘട്ടത്തിൽ ആഗ്രഹിച്ചത്. ഇന്നും ചെറുപ്പമായിട്ട് കുട്ടികളായിട്ടുള്ള ഒരു ഇല്ലായ്മകൾ അനുഭവിക്കുന്നവരുണ്ട്, അവരും അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് ഈ സമൂഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, എന്താണ് അവരുടെ ചിന്ത, എന്താണ് അവരുടെ ആഗ്രഹം എന്ന് തിരിച്ചറിയാനുള്ള ആ കഴിവ്, അത് ചെറുപ്പം മുതൽ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, രാഷ്ട്രമെന്നുള്ള ഒരു ചിന്തയിൽ നിന്ന്, ഒരു ആശയത്തിൽ നിന്ന്, വ്യക്തി എന്നുള്ള ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചിന്തിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ആർജിച്ചെടുത്തതാണ്. അത് തീർച്ചയായിട്ടും ഒരു നിമിഷം കൊണ്ട് ആർക്കും ആർജിച്ചെടുക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ കഴിഞ്ഞ അരനൂറ്റാണ്ടോ അല്ലെങ്കിൽ ഒരു 60-70 വർഷം കൊണ്ട് അദ്ദേഹം ആർജിച്ചെടുത്തതാണ്. ആ ദൃഢനിശ്ചയമാണ്, ആ അർപ്പണബോധമാണ് അദ്ദേഹത്തെ ഈ തലത്തിലേക്ക് ഉയർത്തിയത് എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കുര്യൻജി, 3ാം വട്ടം പ്രധാനമന്ത്രി ആയ ശേഷം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ എന്തെങ്കിലും മാറ്റം വന്നതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ശരീരഭാഷയിലോ പ്രവർത്തന ശൈലിയിലോ എന്തെങ്കിലും? ഞാൻ പറഞ്ഞല്ലോ, 91 മുതൽ ഞാൻ മോഡിജിയെ കാണുന്നതാണ്. അത് കഴിഞ്ഞ് പടിപടിയായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വർഷങ്ങളുടെ പ്രക്രിയയുടെ ഭാഗമായിട്ട്, രാഷ്ട്രീയ പ്രക്രിയയുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട്. എന്തെങ്കിലും മാറ്റമെന്ന് ചോദിച്ചാൽ അദ്ദേഹം കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി, കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ ഊർജ്ജസ്വലതയോടും കൂടി കൂടുതൽ ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം, പല തരത്തിലുള്ള വിമർശനങ്ങൾ തുടക്കം തൊട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനമായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെയും പല മാധ്യമങ്ങളുടെയും പ്രധാന പരിഹാസ വിഷയം. അതിനുശേഷം ഒരുപക്ഷെ 2ാമത്തെ ടേമിലേക്ക് എത്തുമ്പോഴാണ് എന്തിനായിരുന്നു ആ യാത്ര എന്നത് ഇവിടെയുള്ളവർ പോലും തിരിച്ചറിയുന്നത്. ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തെ കാണുന്ന രീതി, സമീപനം മാറുന്നു. ഏറ്റവും ഒടുവിൽ, ഞാൻ അധികം പറയാതെ പറയുന്നു, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ലോകം മുഴുവൻ പരിശ്രമിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്ത റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തോട് ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നു. ആരാണ്? റഷ്യയും യുക്രൈനും ഇറ്റലിയും അടക്കമുള്ള മറ്റ് ലോക രാഷ്ട്രങ്ങളും.
അപ്പോൾ എവിടെ നിന്ന്, അതല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മളിൽ ചിലരെങ്കിലും നോക്കിക്കണ്ട രീതിയിൽ നിന്ന് എവിടേക്ക് എത്തി നിൽക്കുന്നു? തികച്ചും അഭിമാനകരമായ ഒരു മാറ്റം, ഒരു കുതിപ്പും തന്നെയല്ലേ അത്? അതായത് പ്രധാനമന്ത്രി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മഹത്തായ രാഷ്ട്രം, അതിൻ്റെ പാരമ്പര്യങ്ങൾ, അതിൻ്റെ ശക്തി, അത് പക്ഷേ ആ തലങ്ങളിലേക്ക് ഉയർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അംഗീകരിപ്പിക്കാൻ, ഈ രാജ്യത്തിന് ഈ ശക്തി പണ്ടുണ്ടായിരുന്നു, ഈ രാജ്യത്തിന് ഈ മഹത്വം പണ്ടുണ്ടായിരുന്നു, പക്ഷേ അത് ആർജിച്ചെടുക്കുവാൻ, ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ, ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഇതുവരെയും സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യം അദ്ദേഹം സാമ്പത്തിക രംഗം ശ്രദ്ധിക്കുകയും 5ാം തലത്തിലേക്ക്, അതായത് 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയെ വളർത്തുകയും ചെയ്തത്. മാത്രമല്ല ഒരു 3ാം ശക്തിയായിട്ട് ഇന്ത്യ വളരുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾ ഇന്ത്യ പറഞ്ഞാൽ കേൾക്കും, അല്ലെങ്കിൽ കേൾക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ ജനത, ഇന്ത്യയിലെ പോപ്പുലേഷൻ, ഇതെല്ലാം ഇവിടുത്തെ യുവത്വം, ഇതെല്ലാം തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാണ്, ഇന്ത്യയുടെ മഹത്വം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യം ഒരു കാലഘട്ടത്തിൽ അമേരിക്കയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ, ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ, അല്ലെങ്കിൽ USSRനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ, അങ്ങനെയുള്ള മഹത്തായിട്ടുള്ള രാജ്യമാണ് എന്ന് ലോകം തിരിച്ചറിയുന്ന അവസരത്തിൽ, തിരിച്ചറിയാൻ വേണ്ടിയുള്ള പ്രക്രിയ ചെയ്ത അവസരത്തിൽ തീർച്ചയായിട്ടും ആ തലത്തിലേക്ക് ഭാരതം എത്തുകയാണ്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് കേൾക്കുമെന്നുള്ളൊരു സാഹചര്യത്തിൽ സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ട് ലോകത്തേക്ക് പോകാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മാത്രമാണ്. അത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സമാധാനത്തിൻ്റെ ദൂതനായിട്ട് ലോകത്തിൽ ഇന്ത്യയുടെ ആ ചിന്തകൾ, ആശയങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് പോകാനുള്ള ആത്മവിശ്വാസം കിട്ടുന്നു. ആ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ അംഗീകരിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അംഗീകരിക്കും. അതിൻ്റെ തുടക്കം കുറിച്ചത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ ക്ഷണിക്കുന്നു റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലും പല കാര്യങ്ങളിലും അതേ രീതിയിൽ ഇന്ത്യയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭാരതത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, നരേന്ദ്രമോദിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷ കാലഘട്ടം കൊണ്ട് നരേന്ദ്രമോദി മാറ്റിയ ആ സാഹചര്യത്തിൽ നിന്നാണ് ഇത് ഉണ്ടായത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞ് നിർത്തിയിടത്ത് നിന്നാണ്, അതായത് പ്രധാനമന്ത്രി എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ, ലോക നേതാക്കൾക്കിടയിൽ ലഭിക്കുന്ന ആ സ്വീകാര്യതയുണ്ട്. പക്ഷേ ഇതിലെല്ലാം വല്ലാതെ വിരളി പൂണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. അവർ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നത് ഇപ്പോൾ ഇത് ഒരു വ്യക്തി കേന്ദ്രീകൃതമാകുന്നു എന്നാണ്. ശരിക്കും ഒരു പ്രധാന ജനസേവകനിൽ കേന്ദ്രീകൃതമാകുന്നതിൽ എന്താണ് തെറ്റ്? അല്ലോ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത അങ്ങനെയായിരുന്നല്ലോ. നെഹ്റുവിൻ്റെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എല്ലാവർക്കും അറിയാം, പാർട്ടി പോലും ഇല്ലായിരുന്നു. അങ്ങനെയാണോ കോൺഗ്രസ്സുകാർ പറഞ്ഞത്, ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാ കാലഘട്ടത്തിലും വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. അതിൻ്റെ കാരണം ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങൾ പ്രധാനമന്ത്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തീരുമാനങ്ങളും ദിശാബോധവും തീരുമാനിക്കാനുള്ള അധികാരം ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിക്കാണ്. ഫസ്റ്റ് അമംഗ് ഈക്വൽസ് എന്ന് പറയുന്ന അവസരത്തിൽ ആ പ്രഥമമായിട്ടുള്ള സ്ഥാനം നിർവഹിക്കാനുള്ള ശേഷി ഒരാൾക്കുണ്ടായി കഴിയുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. ജനപിന്തുണ കൂടുന്ന അവസരത്തിൽ അതിനെ എതിർക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് വ്യക്തി കേന്ദ്രീകൃതം എന്ന് പറയുന്നു. ഒരാൾക്ക് ജനപിന്തുണ കൂടുമ്പോൾ എങ്ങനെ അത് വ്യക്തി കേന്ദ്രീകൃതമാവും? അതാണ് കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം. അതാണ് നരേന്ദ്രമോദിക്ക് ജനപിന്തുണ കൂടുന്നു, ലോകത്തിൻ്റെ അംഗീകാരം കൂടുന്നു ആ അവസരത്തിൽ. അതുപോലെ തന്നെ ഇന്ത്യക്ക് അംഗീകാരം കൂടുന്ന അവസരത്തിൽ അതിനെ ചെറുക്കാൻ അവർക്ക് താത്വികമായിട്ട് സാധിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ജനകീയമായിട്ട് സാധിക്കാത്തതുകൊണ്ട് ആണ് അവർ പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതം എന്ന് പറയുന്നത്. അതിനെ തീർച്ചയായിട്ടും അവരുടെ പരാജയമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ വന്നൊരു വ്യത്യാസം കുര്യൻജി എന്ന് പറയുന്നത് അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോയിന്റ് ഒന്നുകൂടി, അതായത് രാഷ്ട്രത്തെ ചൊല്ലി എൻ്റെ ഭാരതം എന്നുള്ള അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുക.
ഇവിടെ നിന്നുകൊണ്ട് പടിഞ്ഞാറ് നോക്കി അതാണ് മഹത്തരം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് മാറി എൻ്റെ ഭാരതം മഹത്തായ രാഷ്ട്രം എന്നുള്ള ആ ഒരു അഭിമാനബോധത്തോടു കൂടി മുന്നോട്ട് നയിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ ലോകം തിരികെ ഭാരതത്തെ ഉറ്റുനോക്കാനും ഭാരതത്തെ ക്ഷണിച്ച് ആനയിക്കാനും തുടങ്ങിയത്. അതല്ലേ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്? അത് തന്നെയല്ലേ? തീർച്ചയായിട്ടും എന്നെന്നും നിലനിൽക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രമാണ്. അത് ഒരു തുടക്കമാണ്, നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഭാരതം ഇതേ രീതിയിൽ ഈ മഹത്വങ്ങളുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, സഹസ്രാബ്ദങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാ കാലഘട്ടത്തിലും ലോകം അംഗീകരിച്ചിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള രാജ്യങ്ങളുടെ മഹത്വം പാടിപ്പുകഴ്ത്തുക എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിയിരുന്നു. അതല്ല, നമുക്കത് സാധിക്കും, അവരെക്കാൾ സാധിക്കും എന്നുള്ള ബോധ്യമുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ സാധിക്കും. അത് ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ ആശയവും രാഷ്ട്രമെന്ന സങ്കല്പവും തീർച്ചയായിട്ടും ഈ ഭാരതത്തെ ആ ലോകതലത്തിലേക്ക് ലോക നേതാവാണ്. നമ്മൾ ഒരിക്കലും ആ രീതിയിൽ പോലീസുകാരനെന്ന് പറയുന്ന ഒരു രാഷ്ട്രമല്ല. ലോകത്തിൻ്റെ അംഗീകാരം പിടിച്ചുപറ്റുന്ന, ലോകം ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന, ലോകം ഒരു ഗുരുവിനെ പോലെ കാണുന്ന ഒരു രാജ്യമായിട്ട് ഭാരതം മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. ലോക ജനങ്ങൾ നരേന്ദ്രമോദി എന്താണ് പറയുന്നത് എന്ന് ശ്രമിക്കുന്നുവെങ്കിൽ, അതിന് കാതോർക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ രാഷ്ട്രത്തിൻ്റെ ശക്തിയാണ്. ആ രാഷ്ട്രത്തിൻ്റെ ശക്തി ലോകത്തെ അദ്ദേഹം ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് അത് സാധിക്കുന്നത്. അത് ഇനി എന്നെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെ. അതോടൊപ്പം ശ്രീ ജോർജ് കുര്യൻ, പോകാൻ സമയമായി എന്ന് പറയുന്നു. വലിയ തിരക്കിനിടയിലാണ് ചേർന്നത്. രണ്ട് കാര്യങ്ങൾ, നമ്മെ സംബന്ധിച്ച കാര്യങ്ങൾ അങ്ങയോടല്ലാതെ ആരോട് ചോദിക്കാം. അതെ അതെ ചില രാഷ്ട്രീയ വിമർശനങ്ങൾ വരുന്നുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട്. അതായത് കേന്ദ്രം കൈമാറാം എന്ന് പറഞ്ഞു. അത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ വലിയൊരു കണക്കുകൾ പുറത്തു വരുന്നുണ്ട് കുര്യൻജി. മൃതദേഹങ്ങളുടെ സംസ്കാരത്തിന് 2.25 കോടി, വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് 4 കോടി, വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 3 കോടി, സൈന്യത്തിൻ്റെ വോളണ്ടിയർമാരുടെ താമസ സൗകര്യത്തിന് 15 കോടി, ദുരിതാശ്വാസ ക്യാമ്പിലെ വസ്ത്രങ്ങൾക്കായി 11 കോടി. ഇങ്ങനെ ചെലവാക്കിയ കണക്കുകളുടെ സർക്കാർ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നോ? അല്ല, എനിക്ക് പറയാനുള്ളത് ദുരിതം അനുഭവിച്ചവർ, അതായത് ദുഃഖം അനുഭവിച്ചവർ, അവർ ഒരു നിസ്സംഗതയിലാണ് അതിനെയെല്ലാം ഇപ്പം നോക്കിക്കാണുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ദുഃഖം അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ്. ആ ദുരന്തത്തിൽ ഉൾപ്പെട്ടവർ തീർച്ചയായിട്ടും അവരെ കൂടുതൽ ദുഃഖിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അവരോട് പറയാനുള്ളത്, നരേന്ദ്രമോദി നിങ്ങളുടെ കൂടെയുണ്ട്, ഈ രാജ്യം നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതുണ്ടായ സമയത്ത് അതേ സമയത്ത് തന്നെ ഉണർന്നിരുന്നു കൊണ്ട്, ഏതാണ്ട് 2 മണി 3 മണി മുതൽ ഉണർന്നിരുന്നു കൊണ്ട് 4 മണിയായപ്പോഴത്തേക്കും എല്ലാ ഫോഴ്സിൻ്റെയും മൂവ്മെൻറ്റ് ഉറപ്പാക്കിക്കൊണ്ട് രാവിലെ ഇങ്ങോട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത പ്രധാനമന്ത്രി നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവരെയാണല്ലോ. അവരെങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ മനസ്സിനെ കൂടുതൽ മുറിവേൽപ്പിക്കാൻ സാധിക്കുമോ അത്രമാത്രം മുറിവേറ്റ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, വയനാട്ടിലെ ജനങ്ങളുടെ കൂടെ, ആ ദുരന്തം അനുഭവിച്ച ജനങ്ങളുടെ കൂടെ, ആ അവശേഷിക്കുന്നവരുടെ കൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടാകും. നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ മുറിവുകൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുണ്ട്. നിങ്ങളുടെ മനസ്സ് അദ്ദേഹത്തിൻ്റെ കൂടെയാണെന്ന് എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ മനസ്സ് നിങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അവരെ ബാധിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ബാക്കിയുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ അത് രാഷ്ട്രീയ നേതൃത്വം അതിനെപ്പറ്റി പ്രതികരിച്ച് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും എന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറി വേദനിക്കുന്നവൻ്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ആ സഹജീവിയെ സ്നേഹിക്കുവാൻ എന്നാണ് നമുക്ക് സാധിക്കുക? നരേന്ദ്രമോദിയെ പോലെ എന്നാണ് നമുക്ക് സാധിക്കുക?
അവരെയെല്ലാം കെട്ടിപ്പിടിക്കുവാനും അവരുടെയെല്ലാം വേദനകൾ ഏറ്റെടുക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ആവശ്യപ്പെടുന്നത് കൊടുക്കുവാനും എന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ ഈ ഭരണ നേതൃത്വങ്ങൾക്കൊക്കെ തന്നെ കലാകാലങ്ങളിൽ വരുന്നവർക്ക് സാധിക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച ജനങ്ങളുടെ കൂടെ നരേന്ദ്രമോദിയും ഇന്ത്യയുടെ സർക്കാരും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഉണ്ടാകും എന്ന് മാത്രമാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല ശ്രീ ജോർജ് കുര്യൻ, വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് നടത്തുന്നത്. അനുവദിച്ച തുക കൈമാറിയിട്ടില്ല എന്നതടക്കമുള്ള കുപ്രചരണങ്ങൾ, കേന്ദ്രം സംസ്ഥാനത്തിലേക്ക് കൈമാറിയിട്ടില്ല എന്നതടക്കമുള്ള കുപ്രചരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെ ആരെങ്കിലും പറയട്ടെ, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയട്ടെ, അപ്പോൾ ഞാൻ മറുപടി പറയാം. കേരളത്തിലെ മുഖ്യമന്ത്രി പറയട്ടെ, അപ്പോഴാണല്ലോ ആ തലത്തിൽ മറുപടി പറയണം. അല്ല, ഞാൻ പറയുന്നത് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം അത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിന് മറുപടി പറയാം. അല്ലാതെ മറ്റ് കാര്യങ്ങൾക്ക് മറുപടി പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ വേദനയാണ്, അവരുടെ പ്രശ്നങ്ങളാണ്. അവരോടൊപ്പം അവരെ ചേർത്ത് നിൽക്കുക എന്നുള്ളതാണ്, അവരെ കൂടുതൽ ദുഃഖിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പേരിലാണല്ലോ എന്നവർ ചിന്തിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ പറയട്ടെ, അപ്പോൾ മറുപടി ഉണ്ടാവും. വളരെയധികം നന്ദി. തിരക്കിട്ട ദിവസമാണെന്നറിയാം, പക്ഷേ രാജ്യത്തിൻ്റെ അഭിമാന നിമിഷത്തിൽ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനം കൂടിയായ കുര്യൻജി ഞങ്ങളോടൊപ്പം ചേരുന്നു. പ്രധാനമന്ത്രിയുടെ ആ സൈന്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളായി അവിടെ ഇരുന്ന് ഭരിക്കുന്നു. വളരെയധികം നന്ദി. നമസ്തേ ജനൻ TV പ്രേക്ഷകരുടെ പേരിൽ, ജനൻ TVയുടെ പേരിൽ. ഇനി അടുത്ത വിശേഷത്തിലേക്ക് അല്ലേ? ഇന്ന് വിശ്വകർമ്മ ദിനം. വിശ്വകർമ്മദേവനെ പ്രകീർത്തിക്കുന്ന ഗാനത്തോടെ തന്നെ നമുക്ക് തുടങ്ങാം. പമ്പച്ചിക്കാട് സദാശിവൻ ഈണം നൽകി, വാകത്താനം ദാസപ്പൻ രചിച്ച കീർത്തനം സുഭാഷ് ശിവൻ ഈര മനോഹരമായി ആലപിച്ച ആ ഗീതം നമുക്ക് കേൾക്കാം. ശ്രീ വിശ്വകർമ്മദാർച്ചനയേകി വിശ്വകസവിതേ തൊഴുതു നിന്നു ശ്രീപതിനാഥ നിൻ പദപത്മത്തിൽ ഈ മണി വീണ ചേർത്തിടുന്നു എൻ ജന്മഗാനമ സമർപ്പിക്കുന്നു. ശ്രീ വിശ്വകർമ്മനാദാർച്ചനയേകി വിശ്വകസവിതേ തൊഴുതു നിന്നു ശ്രീപതിനാഥ നിൻ പദപത്മത്തിൽ ഈ മണി വീണ ചേർത്തിടുന്നു എൻ ജന്മഗാനമ സമർപ്പിക്കുന്നു. മന്ദാരമലർമാല്യം ചാർത്തിടും നേരം മനസ്സിൽ നിറയുന്നു ദിവ്യരൂപം. മന്ദാരമലർമാല്യം ചാർത്തിടും നേരം മനസ്സിൽ നിറയുന്നു ദിവ്യരൂപം. നിൻ മന്ത്രഗായകരായിടുമടിയരിൽ ബ്രഹ്മൈകനാദശ്രുതിയായി നിത്യം വീണാതന്ത്രിയിൽ ലയിപ്പിച്ചിതു. നിൻ മന്ത്രഗായകരായിടുമടിയരിൽ ബ്രഹ്മൈകനാദശ്രുതിയായി നിത്യം വീണാതന്ത്രിയിൽ ലയിപ്പിച്ചിതു. ശ്രീ വിശ്വകർമ്മനാദാർച്ചനയേകി വിശ്വകസവിതേ തൊഴുതു നിന്നു ശ്രീപതിനാഥ നിൻ പദ
പാദപത്മത്തിൽ ഈ മണി വീണ ചേർത്തിടുന്നു എൻ ജന്മഗാനമായി സമർപ്പിക്കുന്നു. ചന്ദനഗന്ധ സാഫല്യമേകിടും ചാരുകളെ ജ്ഞാനേശ്വര. ചന്ദനഗന്ധ സാഫല്യമേകിടും ചാരുകളെ ജ്ഞാനേശ്വര. തവ മന്ത്ര ജപദാസരായിടുമടിയരിൽ ഭവവീണ തന്ത്രിയിൽ ലയമാ നിത്യം പരമന്ത്രവീണയ. തവ മന്ത്ര ജപദാസരായിടുമടിയരിൽ ഭവവീണ തന്ത്രിയിൽ ലയമാ നിത്യം പരമന്ത്രവീണയ. ശ്രീ വിശ്വകർമ്മനാചാര്യ വിശ്വസവിതേ തൊഴുതു നിന്നു ശ്രീപതിനാഥ നിൻ പാദപത്മത്തിൽ ഈ മണി വീണ ചേർത്തിടുന്നു എൻ ജന്മഗാനം സമർപ്പിക്കുന്നു. ഇന്ന് മഹത്തായ ദിനമാണ്. തൊഴിലിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ദിവസമാണ്. വെറുതെയുള്ള പ്രഖ്യാപനവും മുദ്രാവാക്യവുമല്ല. സ്രഷ്ടാവായ വിശ്വകർമ്മജിൻ്റെ ദിനമാണ്, ജയന്തിയാണ്, വിശ്വകർമ്മ ദിനമാണ്. അതുമാത്രമല്ല, ഹൈന്ദവ വിശ്വാസപ്രകാരം നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ വിശ്വകർമാവ് ലോക സ്രഷ്ടാവാണ്. സൃഷ്ടിപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇരുമ്പ് പണി, കൽപ്പണി, സ്വർണ്ണപ്പണി, മരപ്പണി തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവർ വിശ്വകർമാവിനെ തങ്ങളുടെ കുലദൈവമായി ആരാധിക്കുന്നു. ആ പ്രത്യേക ദിവസം കൂടിയാണ് ഇന്ന്. വിശ്വകർമാവ് ദിവ്യശില്പിയും ശില്പകലയുടെ ദേവനുമായാണ് കരുതപ്പെടുന്നത്. വിശ്വകർമാവെന്ന പദം സർവശക്തനായ ദേവന്റെ നാമമായി വിശ്വസിക്കപ്പെടുന്നു. വിശ്വകർമാവിനെ പുരാണങ്ങളിൽ ആകാശവും ഭൂമിയും നിർമ്മിച്ച മഹാശില്പിയായി വിശേഷിപ്പിക്കുന്നു. വേദങ്ങളിൽ വിശ്വകർമാവിനെ സർവശ്രുതി, സർവദൃഷ്ടി എന്നും പരാമർശിക്കുന്നു. വ്യവസായശാലകളിലും കരകൗശല രംഗത്തും ഏറെ പ്രാധാന്യമുള്ള ദിനമാണിന്ന്. സമ്പത്തിൻ്റെ ഉറവിടം, വേഗത്തിൽ ചിന്തിക്കുന്നവൻ, സന്യാസി, യജ്ഞകർത്താവ്, വാക്കുകളുടെ അധിപൻ എന്നീ വിശേഷണങ്ങളും വിശ്വകർമാവിനെക്കുറിച്ച് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നു. ഇന്ന് നിരവധിയിടങ്ങളിൽ വിശ്വകർമാവിന് ആരാധനയും അർപ്പണങ്ങളും നടത്തപ്പെടുന്നു. ഇന്ത്യയിലുടനീളം വ്യാവസായിക മേഖലകളിൽ വിശ്വകർമ്മ ദിനം ഉത്സവമായി ആഘോഷിക്കുന്നു. തൊഴിൽശാലകളിൽ പ്രത്യേക ചടങ്ങുകളും പൂജകളും ഈ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്നു. പൗരാണിക വിശ്വാസങ്ങൾ മനുഷ്യഭാവനയോട് ഏറെ ചേർന്ന് നിൽക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് വിശ്വകർമാവെന്ന ദൈവസങ്കല്പം. ന്യൂസ് ഡെസ്ക്, ജനം. വിശ്വകർമ്മ സമൂഹത്തെ ചേർത്ത് പിടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിൽ 18ഓളം കരകൗശല ജോലികൾ ചെയ്യുന്നവർക്ക് പ്രത്യേക പദ്ധതിയിലൂടെ സഹായം ലഭ്യമാവുകയാണ്. പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിനത്തിൽ പ്രഖ്യാപിച്ച ആ പദ്ധതിയിൽ ഇന്ന് 2 കോടിയിലധികം അപേക്ഷകരുണ്ട്. ഈ വെറുതെ വിമർശിക്കുന്നവർക്കുള്ള ഒരു പാഠം കൂടിയാണിത്, ഒരു ചെറിയ ഏട് കൂടിയാണിത്. 18ഓളം വരുന്ന കരകൗശല ജോലികൾ ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക പദ്ധതി. അതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വപ്നം കണ്ട PM വിശ്വകർമ്മ യോജന. 13,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതിയാണ് 2023 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഈ പദ്ധതിയിൽ അംഗമാകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതോടൊപ്പം തിരിച്ചറിയൽ രേഖയും നൽകും. 15,000 രൂപയുടെ ടൂൾ കിറ്റ് ആദ്യപടിയായി ലഭ്യമാക്കി. തുടർന്ന് 1 ലക്ഷം രൂപയുടെ ഈടുരഹിത വായ്പയാണ് PM വിശ്വകർമ്മ യോജനയിൽ ഭാഗമാകുന്നവർക്ക് കിട്ടുക. 5% പലിശയിലാണ് സഹായം ലഭ്യമാക്കുന്നത്. ഇത് തിരികെ അടയ്ക്കുമ്പോഴേക്കും 2 ലക്ഷം രൂപയുടെ സഹായം ഈടുരഹിത വായ്പയായി ലഭ്യമാക്കും. ഓൺലൈനായി അപേക്ഷ നൽകുന്ന പദ്ധതിയിൽ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. മരപ്പണി, വഞ്ചി നിർമ്മാണം, കവച നിർമ്മാണം,
കൊല്ലൻ, ചുറ്റികയും പണിയായുധങ്ങളും നിർമ്മാണം നടത്തുന്നവർ, താഴി നിർമ്മാണം നടത്തുന്നവർക്കും പദ്ധതിക്ക് അപേക്ഷിക്കാം. കുശവൻ, സ്വർണ്ണപ്പണി, ശില്പികൾ, കല്ലാശാരി, പാവകളിപ്പാട്ട നിർമ്മാണം പരമ്പരാഗതമായി ചെയ്യുന്നവർക്കും ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭ്യമാക്കുന്നുണ്ട്. മാല നിർമ്മിക്കുന്നവരും അലക്കുകാരും തയ്യൽക്കാരനും മത്സ്യബന്ധന വല നെയ്യുന്നവരും പദ്ധതിയുടെ പരിധിയിൽ വരുന്നവരാണ്. പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ അപേക്ഷകൾ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച് ജില്ലാ കമ്മിറ്റികൾ പരിശോധിക്കും. ശേഷമാണ് അർഹരിലേക്ക് സഹായം എത്തുന്നത്. 2,47,22,758 അപേക്ഷകരാണ് പദ്ധതിയിലുള്ളത്. വിവിധ ഘട്ട പരിശോധനകൾക്ക് ശേഷം 20,66,159 പേർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തു. മുൻകാലങ്ങളിൽ ഒരിക്കലും വിശ്വകർമ്മ സമൂഹത്തിന് ലഭ്യമാകാത്ത പിന്തുണ നൽകിയാണ് പ്രധാനമന്ത്രി ഇവരെ ചേർത്തു നിർത്തുന്നത്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് നിന്ന് ഒരു വാർത്തയുണ്ട്. ചെമ്മത്തൂരിൽ BJP പ്രവർത്തകന്റെ വീട് CPM പ്രവർത്തകർ ആക്രമിച്ചിരിക്കുകയാണ്. ഈ ആക്രമണത്തിൽ 3 മാസം പ്രായമായ കുഞ്ഞിന് ഉൾപ്പെടെ പരിക്കേറ്റു. മുക്കോത്തുമുക്ക് സ്വദേശി ലിബീഷിന്റെ വീടാണ് ആക്രമിച്ചത്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഇന്നലെ രാത്രി 10:30 ഈ ആക്രമണം ഉണ്ടായത്. ചെമ്മരോത്തൂരിൽ മൊഗോത്തുമുക്കിലെ ലിബീഷിന്റെ വീടാണ് ആക്രമിച്ചത്. 15 പേരടങ്ങുന്ന സംഘം വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. 3 മാസം പ്രായമായ കുഞ്ഞടക്കം ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 3 പേരെയും വടകര CM ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അമ്മയ്ക്കും ഭാര്യയ്ക്കും പരിക്കുണ്ട്. ഭാര്യയെയും കുഞ്ഞിനെയും ഈ അക്രമ സംഘം പുറത്തേക്ക് തള്ളുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട വടകര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ലിബീഷിനും ഗുരുതരമായ പരിക്കുണ്ട്. ലിബീഷിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട പതാക നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ലിബീഷ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ തുടങ്ങിയ വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് ആശുപത്രിയിലെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. രോഹിണി, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. അതിനുശേഷമാണ് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത. അതുകൊണ്ടാണ് തലക്കെട്ടുകൾക്ക് ശേഷം എടുക്കാം എന്ന് പറഞ്ഞത്. CPMന്റെ P ജയരാജൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ തുറന്നു പറച്ചിൽ, കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്നും വ്യാപകമായി നടക്കുന്നുണ്ടെന്നും കണ്ണൂരിൽ നിന്ന് വളരെ വ്യാപകമാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇതുവരെ CPM മുന്നോട്ട് വെച്ച നരേറ്റീവിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്. ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ, ഇത്തരം കേസുകൾ വന്നപ്പോൾ, ഇത്തരം ആൾക്കാർ പുറത്തുപോയി സിറിയയിൽ കൊല്ലപ്പെട്ട വാർത്ത വന്നപ്പോൾ പോലും അതിനോട് മുഖം തിരിച്ച് നിൽക്കുകയും ഇത്രയൊന്നുമില്ല എന്ന് പറയുകയും, കേരള സ്റ്റോറി എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോൾ അതുപോലും യഥാർത്ഥമല്ല, ഇതല്ല കേരളം എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിൽ അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. എന്തായാലും P ജയരാജന്റെ ഈ തുറന്നു പറച്ചിലുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് എന്തായാലും ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കി വരാം. 74-ാം പിറന്നാൾ നിറവിൽ പ്രധാന സേവകൻ. സേവന പ്രവർത്തനങ്ങൾ നടത്തി ആഘോഷമാക്കാൻ BJP. ഗുജറാത്തിലും വ്യത്യസ്തമായ പരിപാടികൾ. ആശംസകൾ നേർന്ന പ്രമുഖർ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജിവെക്കും. അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ MLA-മാരുടെ യോഗം രാവിലെ. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുമായി കൂടിക്കാഴ്ച വൈകിട്ട് 4:30. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പകരക്കാരനെ ചൊല്ലി ആം ആദ്മിയിൽ തർക്കം രൂക്ഷം. സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ബംഗാൾ മുഖ്യമന്ത്രി. പോലീസ് കമ്മീഷണറെ മാറ്റും. ഡെപ്യൂട്ടി കമ്മീഷണർക്കും 2 ആരോഗ്യ ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി. ഡോക്ടർമാരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് അഭ്യർത്ഥന. വനിതാ ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി. 3 വയസ്സുകാരി ഉൾപ്പെടെ 4 പേർ മരിച്ചു. 6 പേർക്ക് പരിക്ക്. തകർന്നു വീണ കെട്ടിടത്തിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറത്ത് ആരോഗ്യവകുപ്പിന്റെ പരിശോധന ഇന്നും തുടരും. രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ വീടുകൾ തോറും സർവേ.
സമ്പർക്ക പട്ടിക ഇനിയും ഉയർന്നേക്കുമെന്ന് ആശങ്ക. തിരുവാലി പഞ്ചായത്തിൽ കർശന നിയന്ത്രണം. കോഴിക്കോട് ചെമ്മത്തൂരിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. CPM ആക്രമണത്തിൽ 3 മാസം പ്രായമായ കുഞ്ഞിനുൾപ്പെടെ പരിക്ക്. CPM പ്രവർത്തകർ ആക്രമിച്ചത് മേഗോത്തുമുക്കിൽ ലിബേഷിനെയും കുടുംബത്തെയും. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യക്ക് ഇന്ന് കിരീട പോരാട്ടം. എതിരാളികൾ ചൈന. ഫൈനൽ വൈകിട്ട് 3:30. സെമി ചൂടിൽ കേരള ക്രിക്കറ്റ് ലീഗ്. ആദ്യ മത്സരം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ട്രിവാൻഡ്രം റോയൽസും തമ്മിൽ. കൊല്ലം സെയിലേഴ്സിന്റെ എതിരാളികൾ തൃശൂർ ടൈറ്റൻസ്. തലക്കെട്ടുകൾക്ക് മുമ്പ് പറഞ്ഞ വാർത്തയിലേക്ക്. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രവാദികളെന്നും IS റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടക്കുന്നു എന്നുമുള്ള P. ജയരാജന്റെ തുറന്നു പറച്ചിലിൽ CPMനുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കാനുള്ള സാധ്യത ഏറുകയാണ്. കശ്മീരിൽ സൈന്യവുമായി ഏറ്റുമുട്ടി 4 കണ്ണൂറുകാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഗൗരവതരമായി കാണേണ്ടതാണ് എന്നുള്ള P. ജയരാജന്റെ നിലപാട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മുന്നറിയിപ്പാകുകയാണ്. പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും കേരളത്തിൽ വേരുറപ്പിച്ചത് CPMൽ പിണറായി വിജയന്റെ അപ്രമാദിത്യം നിലനിൽക്കുമ്പോഴായിരുന്നു. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ ഒരുപോലെ അപകടകരമെന്ന പാർട്ടി നിലപാട് നിലനിൽക്കെ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നയസമീപനങ്ങളായിരുന്നു പിണറായിയുടെ നേതൃത്വത്തിൽ പാർട്ടി സ്വീകരിച്ചത്. ഇതേസമയം ഹൈന്ദവ വിശ്വാസങ്ങളെ ഹനിക്കുന്ന നിരവധി നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. ഇതടക്കം ചൂണ്ടിക്കാട്ടി CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും മരുമകൻ മുഹമ്മദ് റിയാസിനുമെതിരെ വിമർശനം ഉതിർക്കുന്നവർക്ക് ഊർജം പകരുന്നതുകൂടിയാണ് P. ജയരാജന്റെ വാക്കുകൾ. ഇതേസമയം MV ഗോവിന്ദനൊപ്പം നിന്ന് പിണറായിയെ നേരിടാൻ ശ്രമിക്കുന്ന P. ജയരാജന്റെ പരസ്യ പ്രതികരണം പാർട്ടി അംഗീകരിക്കുമോ എന്നത് കണ്ടറിയണം. സംസ്ഥാനത്ത് നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ SDPIയുമായി CPM അധികാരം പങ്കിടുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPIയുമായി CPM പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണകൾ പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ P. ജയരാജൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പാർട്ടിയുടെ നിലപാടായി അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ P. ജയരാജന്റെ നിലപാടിനെ പാർട്ടി പിന്തുണച്ചാൽ അത് പിണറായിയുടെ നയങ്ങളുടെ തിരുത്തൽ കൂടിയാകും. CPM സമ്മേളനത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പിണറായിയുടെ ആത്മവിശ്വാസം കെടുത്താൻ P. ജയരാജനെ അംഗീകരിക്കുന്നതിലൂടെ സാധിക്കുമെങ്കിലും അതിന്റെ പേരിൽ മതരാഷ്ട്രവാദികളെ അപ്പാടെ പിണക്കാൻ MV ഗോവിന്ദനും കൂട്ടരും തയ്യാറാകുമോ എന്നതാണ് സംശയം. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഈ അവസരത്തിലാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു, കണ്ണൂരിൽ അടക്കം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ CPM നേതൃത്വത്തിനെതിരെ, സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനത്തിനെതിരെയൊക്കെ രൂക്ഷമായ നിശിതമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മറ്റൊന്ന്, അജണ്ട എന്തായാലും ശരി, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി എന്ന് കരുതുന്ന അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് MR അജിത് കുമാറിനെതിരെയുമായിരുന്നു. അപ്പോൾ ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? പുതിയ വിഭാഗീയ ശാക്തിക ചേരികൾ രൂപപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയം പല കോണുകളിൽ നിന്നുയർന്നു. അതിന് പിന്നാലെയാണ് P. ജയരാജന്റെ ഈ തുറന്നു പറച്ചിൽ. ഇതുവരെ CPMും സർക്കാരും എന്തൊക്കെ നരേറ്റീവാണോ തന്നിരുന്നത്, ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്ന നിലപാടിനെയൊക്കെ പൂർണ്ണമായും നിരാകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ P. ജയരാജൻ എടുത്തിരിക്കുന്നത്. ISലേക്ക് റിക്രൂട്ട്മെന്റ് നടന്നു. കണ്ണൂരിൽ അത് വ്യാപകമാണ്. കണ്ണൂരുകാർ കശ്മീരിൽ പോയി ഏറ്റുമുട്ടലിൽ മരിച്ചെങ്കിൽ അതെന്തിന്? അത് ഗൗരവതരമായി കാണണ്ടേ? അവരെന്ത് സ്വാധീനത്തിൽപ്പെട്ടാണ് കശ്മീരിൽ ആരോട് യുദ്ധം ചെയ്യാൻ പോയതാണ്? ഭാരതത്തിന്റെ സൈന്യത്തോടോ ഇവിടുത്തെ സുരക്ഷാ സേനയോടോ? എന്തിനു വേണ്ടി പോയി? തീവ്രവാദ പ്രവർത്തനം തന്നെ ആയിരുന്നില്ലേ അത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. സുധീഷ്, വളരെ വിചിത്രമായ, വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുകയാണ് അല്ലേ ജയരാജന്റെ ഈ തുറന്നു പറച്ചിൽ CPMനെ? പ്രദീപുള്ള, തീർച്ചയായും CPMനുള്ളിൽ പുതിയ ചർച്ചകളും പുതിയ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി എന്നതൊക്കെ ആവശ്യമായി ഉയരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് P. ജയരാജന്റെ ഈ തുറന്നു പറച്ചിൽ. ഇത് CPM ഇതുവരെ എന്തായിരുന്നോ പറഞ്ഞിരുന്നത് അതിന് വിരുദ്ധമായ കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായ P. ജയരാജന്റെ തുറന്നു പറച്ചിലൂടെ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും മറ്റും നുഴഞ്ഞുകയറ്റം ഈ വിവിധ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിലുപരി
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പാർട്ടി തന്നെ വിലയിരുത്തിയ ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഹൈന്ദവ വോട്ട് കൊണ്ട് വിജയിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു CPM-ഉം ഇല്ലെങ്കിൽ ഇടതുപക്ഷവും. അതിന് വിരുദ്ധമായി ഹൈന്ദവ വോട്ട് മേടിച്ചതിന് ശേഷം ഹൈന്ദവ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ന്യൂനപക്ഷ പ്രീണനം നടത്തുകയും ചെയ്ത പിണറായിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ കുറെ കാലമായുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അതിന്റെ തിരിച്ചടി കൂടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് വിലയിരുത്തപ്പെട്ടു. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ കാലാകാലങ്ങളായി UDF-നും കോൺഗ്രസിനും പോയിരുന്നതാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലും മറ്റും മലബാർ മേഖലയിൽ നിന്നും മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ പോകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്നും CPM-നെ പിന്തുണച്ചിരുന്നില്ല, വിജയിപ്പിച്ചിരുന്നത് ഹൈന്ദവ വോട്ടുകളാണ്. ആ ഹൈന്ദവർക്കെതിരെയുള്ള പോരാട്ടം, അതേസമയം തന്നെ ന്യൂനപക്ഷ പ്രീണനം, ഇതിനെതിരായ വലിയ രീതിയിലുള്ള വിമർശനം ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ നടക്കുമ്പോൾ തന്നെയാണ് പി ജയരാജന്റെ ഇപ്പോഴത്തെ തുറന്നു പറച്ചിൽ. അതോടുകൂടി ഇപ്പോഴത്തെ CPM ശൈലിക്ക് തന്നെ മാറ്റം വരുത്തണം എന്നതാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അത് പാർട്ടി എത്രത്തോളം അതിനെ അംഗീകരിക്കും, പി ജയരാജനെ ശരി വെക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തുതന്നെയായാലും ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള ഊർജം പകരുന്നതാണ് പി ജയരാജന്റെ ഈ സമീപനം. ഇതേ ഘട്ടത്തിൽ തന്നെ CPM-നുള്ളിലേക്ക് CPM-ന്റെ പുതിയ പാർട്ടി അംഗങ്ങളായി വരുന്നവരുടെ കൃത്യമായ സ്ക്രൂട്ടണി ഇല്ലാതെ, ഇല്ലെങ്കിൽ ഗ്രൂപ്പിലും കാൻഡിഡേറ്റ് മെമ്പറായി നിലനിൽക്കെ തന്നെ അവരുടെ പ്രവർത്തന ശൈലി ഇല്ലെങ്കിൽ അവരുടെ മുൻ പശ്ചാത്തലം ഇതൊക്കെ നോക്കിയാണോ പാർട്ടി അംഗങ്ങളെ പുതിയതായി ചേർക്കുന്നത് എന്ന ഒരു വിമർശനവും നിലനിൽക്കുന്നു. മുൻപ് പാർട്ടി തന്നെ ഒരു തരത്തിൽ പറയാതെ പറഞ്ഞതാണ് ഇത്തരം നുഴഞ്ഞുകയറ്റം പാർട്ടിയിലേക്കും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഘടകകക്ഷികളിലേക്കും എല്ലാം വരുന്നുണ്ട്. ഇത്തരം അപകടകരമായ ഒരു സാന്നിധ്യത്തിൽ CPM-നെ തന്നെ ഇത്തരം മതരാഷ്ട്രവാദികൾ വിഴുങ്ങുമോ എന്ന ഒരു സംശയം നിലനിൽക്കെ തന്നെയാണ് പി ജയരാജന്റെ ഈ തുറന്നു പറച്ചിൽ. അതിൽ പി ജയരാജൻ എടുത്തു പറയുന്നുണ്ട്, ഇതിൽ വിമർശനങ്ങൾ ഉണ്ടാവും, അതിനെ ഞാൻ ജനാധിപത്യമായി കാണുന്നു. അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരം സമീപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനം ജയരാജനെതിരെ ഈ ബുക്ക് ഇറങ്ങുന്നതോടുകൂടി ശക്തമായി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജയരാജന്റെ ഈ തുറന്നു പറച്ചിലും ഈ എഴുത്തും എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. എന്നാൽ ഇത് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ ഏത് രീതിയിൽ ഇതിന്റെ മുന്നോട്ടുള്ള ചർച്ച പോവും, ഇതിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് എന്താകും, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തെ മുസ്ലിം ശക്തികളുടെ ഒരു സ്വാധീനം പാർട്ടിയിൽ വളർന്നു വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനാണോ പാർട്ടിയിൽ ഭൂരിപക്ഷം പേരും തയ്യാറാവുന്നത് എന്നതും നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. ഇനിയും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന കൂടി വഴിവെക്കുകയാണ് പി ജയരാജന്റെ തുറന്നു പറച്ചിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രദീപുള്ള ശരിക്കും സുധീഷ് പറഞ്ഞാണ് അതിലെ കാര്യം. ഇതിൽ എത്രത്തോളം അംഗീകരിക്കും? സാധാരണഗതിയിൽ 10, 20, 30 വർഷമൊക്കെ കഴിയണം CPM-ന് ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും അത് പരസ്യമായി അംഗീകരിക്കാനും ഒക്കെ. അടുത്ത കാലത്തെ കുറച്ചുകൂടി വേഗം കാണുന്നുണ്ട്. പക്ഷേ ഇത് ഒരുപക്ഷെ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. രണ്ട് വശങ്ങൾ. ഒന്ന്, നഗ്നമായ പ്രീണനം ഒരു ഭാഗത്ത് വോട്ട് ബാങ്ക് സൃഷ്ടിച്ചുകൊണ്ട് ഭരണം ഉറപ്പിക്കാൻ, വീണ്ടും ആവർത്തിച്ച് ഭരണം കിട്ടാൻ. മറുഭാഗത്ത് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും ചില വ്യക്തികളിൽ കേന്ദ്രീകൃതമാവുകയും ചെയ്യുന്ന അവസ്ഥ. എന്തിനെയൊക്കെ CPM തള്ളി പറഞ്ഞിരുന്നുവോ അതിൻ്റെയൊക്കെ ഒരു മൂർത്തിമത് ഭാവമായി മാറിയിരിക്കുകയാണ് പാർട്ടിയും നേതൃത്വവും ഭരണ നേതൃത്വവും എന്നുള്ളതാണ് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന വിമർശനം. പാർട്ടി കുടുംബങ്ങളിൽ പോലും, പാർട്ടി ഗ്രാമങ്ങളല്ല, പാർട്ടി കുടുംബങ്ങളിൽ പോലും ഇത് തുറന്ന ചർച്ചകൾക്ക് വിധേയമാവുകയാണ്. എന്തായാലും നമുക്ക് കാണാം ഇതെങ്ങോട്ടാണ് ഈ പാർട്ടിയും അതിൻ്റെ നേതൃത്വവും പോകുന്നത് എന്ന്. ഇനി ധാരാളം ഓണവിശേഷങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. ഓണം പൊന്നോണം. പൊന്നോണമായി തിരുവാതിരയാടും ആട്ടക്കാലം. ഓണം പൊന്നോണമായി ഉലകീറുഴയും ആവേശത്താളത്തിനോണം. ഓണം പൊന്നോണമായി തിരുവാതിരയാടും ആട്ടക്കാലം. ശക്തന്റെ തട്ടകത്തിൽ നാളെ പുലികളിയുടെ ആരവങ്ങൾ ഉയരാനിരിക്കെ കൗതുക കാഴ്ചകളുമായി ദേശങ്ങൾ ചമയ പ്രദർശനം ആരംഭിച്ചു. വിവിധ ദേശങ്ങളിലായി നടന്ന ചമയ പ്രദർശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പുലികൾക്കായുള്ള നിറക്കൂട്ടുകളും പുലിമടകളിൽ തയ്യാറാവുകയാണ്. അരമണികൾ, പുലിമുഖങ്ങൾ, തോരണങ്ങൾ, കാൽച്ചിലമ്പുകൾ തുടങ്ങി പുലികളിയിൽ എതിർ ടീമുകളെ പിന്നിലാക്കുവാൻ മികച്ച ചമയങ്ങളാണ് ദേശങ്ങൾ തങ്ങളുടെ പുലിമടകളിൽ ഒരുക്കിയിട്ടുള്ളത്. 7 സംഘങ്ങളാണ് ഇത്തവണ പുലികളിയിൽ പങ്കെടുക്കുന്നത്.
സീതാറാമിൽ, ചക്കാമുക്ക് ദേശങ്ങളിലായി നടന്ന ചമയ പ്രദർശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പുലിമടകളിലെത്തി ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും താൻ ആദ്യമായി പുലികളി കാണാൻ പോകുന്ന ആവേശം പങ്കുവച്ചു. പുലിക്കളി 18-ാം തീയതി രാവിലെ തൊട്ട് അതിൻ്റെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ പുലിക്കളി തുടങ്ങും. ഇപ്പോൾ 7 ദേശങ്ങളിലായിട്ട് 100 കണക്കിന് പുലികൾ ആ ദിവസം കളത്തിലിറങ്ങും. ഇപ്പോൾ എല്ലാവിധ സന്നാഹങ്ങളും നമുക്ക് റെഡിയാണ്. സുരക്ഷേൻ്റെ കാര്യത്തിലായാലും മറ്റ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളിലായാലും പോലീസും ജില്ലാ ഭരണകൂടം കോർപ്പറേഷനും കൂടെ ചേർന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അല്ല, നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ഫുള്ളായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. സസ്പെൻസുകളുമായാണ് ഇത്തവണ ഓരോ ദേശങ്ങളും പുലിമടകളിൽ നിന്നും ഇറങ്ങുക. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പ്രത്യേകത വെച്ചാൽ പാതുകം, പുലികൾക്കുള്ള പാതുകം ഷൂ ഒരു വെറൈറ്റി ഇറക്കിയിട്ട് സസ്പെൻസ് എന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇപ്രാവശ്യം അത് വെറൈറ്റി ഉണ്ട്. അത് സസ്പെൻസായി തന്നെ നിലനിൽക്കട്ടെ എന്നതുകൊണ്ട് പുറത്തു പറയുന്നില്ല. ക്രമത്തിൽ ചുവടുവെച്ച് ചെണ്ടമേളത്തിൽ തലയാട്ടി കുംഭകുലിക്ക് വരുന്ന പുലികളുടെ വരവും കാത്തിരിക്കുകയാണ് തൃശൂർക്കാർ. കാണികളുടെ പുലിയാവേശത്തെ വരവേൽക്കാൻ പുലിമടകളിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പുലിവരയ്ക്കായുള്ള ചായക്കൂട്ടുകൾ തയ്യാറാക്കുന്ന ജോലിയാണ് ആദ്യം തുടങ്ങിയത്. വരയൻ പുലികളും പുള്ളിപ്പുലികളും കരിമ്പുലികളും ഉണ്ടാകും. ഇത്തവണയും പെൺപുലികൾ ഇറങ്ങും. നാളെ പുലർച്ചെ മുതൽ പുലിവേഷം കെട്ടുന്ന കലാകാരന്മാർ പുലിമടകളിലെത്തി ദേഹത്ത് ചായമിടും. വൈകിട്ട് 4 മണിയോടെയാണ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ താളമേളങ്ങളോടെ പുലികൾ ചുവടുവെക്കുക. ജനം, തൃശൂർ. എന്തായാലും നമുക്കറിയാം, ഓണക്കാലമായാൽ മത്സരങ്ങൾക്ക് ഒരു കുറവുമില്ല. എന്നാൽ ഇവിടെ അന്യം നിന്ന് പോയ പഴയകാല ഉപജീവന മാർഗത്തെ ഒരു മത്സരമായി സംഘടിപ്പിച്ച് ശ്രദ്ധേയമാവുകയാണ് കൊല്ലത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഓലമെടഞ്ഞും തൊണ്ട് തല്ലിയും കയറ് പിരിച്ചുമുള്ള മത്സരം യുവതലമുറയ്ക്കും കൗതുകമായി. കൊല്ലം നീരാവിൽ നവോദയം ഗ്രന്ഥശാല കായിക കലാസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് ആശയവൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായത്. ഓലമെടഞ്ഞും തൊണ്ടുതല്ലിയും കയർ പിരിച്ചും മത്സരം കൊണ്ട് കൊഴുക്കുകയാണ്. മലയാളി ഗ്രാമങ്ങളിൽ നിത്യകാഴ്ചയായിരുന്ന തൊഴിലുകൾ മത്സരമായി പുനർജനിച്ചത് പുതുതലമുറയ്ക്കും കൗതുകമായി. കൊല്ലം നീരാവിൽ നവോദയം ഗ്രന്ഥശാല കായിക കലാസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണപരിപാടിയാണ് വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായത്. ആവേശത്തിലാക്കി സ്ത്രീകൾ മാത്രം പങ്കെടുത്തിരുന്ന മത്സരത്തിൽ പുരുഷനും പങ്കെടുത്തത് മത്സരത്തിന്റെ മാറ്റുകൂട്ടി. കയർപിരി മത്സരത്തിൽ 5 മിനിറ്റ് കൊണ്ട് കയർ പിരിച്ച് വളച്ചുകെട്ടി മത്സരാർത്ഥികൾ തൊഴിൽ മത്സരത്തിൽ മികവ് തെളിയിച്ചു. ചടങ്ങിൽ 100 വൃദ്ധമാതാക്കൾക്ക് ഓണപ്പുടവ വിതരണവും നടന്നു. ജനം, കൊല്ലം. ഇനി നമുക്ക് ഓണപ്പാട്ടിനെ കുറിച്ചുള്ള ചില വിശേഷങ്ങൾ കൂടി കാണാം. ഗോപു നീണ്ടകര ക്യാമറയും സംവിധാനവും നിർവഹിച്ച ഓണപ്പാട്ട് ശ്രദ്ധേയമാകുകയാണ്. ജോയ് തമലത്തിന്റെ വരികൾക്ക് കൃഷ്ണലാലാണ് സംഗീതം നൽകിയിരിക്കുന്നത്. MLA-മാരായ ഡോക്ടർ സുജിത് വിജയൻപിള്ളയും ദലീമയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ജെ അരുൺ ഘോഷ് പള്ളിശ്ശേരിയാണ് നിർമ്മാണം.
ഇതിൽ ഗോപു നീണ്ടകരയും ജോയ് തമലവും മാധ്യമ പ്രവർത്തകർ കൂടിയാണ്. രസിക്കാലോ പാലട പായസം ഉണ്ണാലോ തപ്പുകൾ കൊട്ടിയാടാലോ ഓണപ്പാട്ടുകൾ പാടാലോ ഊഞ്ഞാലാടി രസിക്കാലോ പാലട പായസം ഉണ്ണാലോ തപ്പുകൾ കൊട്ടിയാടാലോ ഓണപ്പാട്ടുകൾ പാടാലോ. തീർന്നല്ലോ എന്താ മാവേലി പോരാട്ടേ കണ്ണീർക്കാലം തീർന്നല്ലോ എന്താ മാവേലി പോരാട്ടേ. ഏലാ ഏലേസാ ഏലാ ഏലേസാ ഏലാ ഏലേസാ അപ്പോ ഇറോ 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 ഏലാ ഏലേസാ ഏലാ ഏലേസാ ഏലാ ഏലേസാ അപ്പോ ഇറോ ഇറോ. പാട്ട് മൊത്തം കാണാനുള്ള സമയമില്ല. അതെ, മറ്റൊരു ഓണസദ്യ വിശേഷത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി 2000-ലധികം പേർക്ക് സദ്യ ഒരുക്കിയിരിക്കുകയാണ് ഒരു വിദ്യാലയം. കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലാണ് മെഗാ സദ്യ ഒരുക്കാൻ ഒരു നാടൊന്നാകെ ഒത്തുകൂടിയത്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ഓണത്തിന് വലിയ ആഘോഷം വേണ്ടെന്ന് തോട്ടുമുക്കം നിവാസികൾ തീരുമാനിച്ചിരുന്നു. എന്നാലും നാടിന്റെ ഒരു ഒഴിവാക്കാൻ അവർക്കായില്ല. ഒന്നിച്ചിരുന്നുണ്ടും കുട്ടികൾക്കൊപ്പം അല്പസമയം ചെലവഴിക്കാനും നാട് തീരുമാനിക്കുകയായിരുന്നു. 14ഓളം വിഭവങ്ങളും പായസവും അടക്കമുള്ള സദ്യയൊരുക്കിയാണ് കൂട്ടായ്മയുടെ ഓണം അവർ ആഘോഷിച്ചത്. വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവരെല്ലാം ഒരുമയുടെ ഓണത്തിനായി ഒത്തുചേർന്നു. PTA നേതൃത്വം നൽകിയ ഓണാഘോഷ പരിപാടി നാടാകെ ഉത്സവമായി ഏറ്റെടുത്തു. വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി. കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും പരിപാടികളുടെ ഭാഗമായി. ആർഭാടമില്ലാതെ എന്നാൽ നാടിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് നാട് ഓണം ആഘോഷിച്ചത്. ജനം, കോഴിക്കോട്. ഇനിയും നമുക്ക് പാട്ടുവിശേഷങ്ങളുണ്ട് ഓണപ്പാട്ടുമായി ബന്ധപ്പെട്ട്. നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നും പാട്ടിന്റെ കുത്തൊഴുക്കാൻ തോന്നുന്നു. അതെ, ഓണത്തിന്റെ ഗൃഹാതുരത്വം പങ്കുവയ്ക്കുന്ന പാട്ടുമായി ഓണം വിത്ത് മുത്തശ്ശി മ്യൂസിക് വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ്. ഓണക്കാലത്തിന്റെ നിറങ്ങളും നിറവും ആവേശവും ഒക്കെ പങ്കുവയ്ക്കുന്ന ഗാനത്തിന് മികച്ച പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. കേരളത്തനിമ ഉണർത്തുന്ന ദൃശ്യങ്ങളും ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളും സമന്വയിപ്പിച്ച് പുറത്തിറങ്ങിയ ഓണം വിത്ത് മുത്തശ്ശി ആസ്വാദക ശ്രദ്ധ നേടുന്നു. അജ്മാനിൽ സംഗീത അധ്യാപകനായ പ്രവാസി സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീഹരി ശ്രീകൃഷ്ണപുരമാണ് ഓണം വിത്ത് മുത്തശ്ശി എന്ന മ്യൂസിക് വീഡിയോയ്ക്ക് പിന്നിൽ. ഈ ഗാനം എവിടെയിരുന്നാലും മലയാളികളുടെ ഹൃദയത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഗ്രഹാതുര സ്മരണകളെ തൊട്ടുണർത്തും. ബാബു പാണക്കാട് രചിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ശിവന്യ സുനിലാണ്. സംഗീത ഉണ്ണി, ലക്ഷ്മി ഗോപാലകൃഷ്ണൻ, ജനിസ് അന്ന ജോൺസൺ, വൈഗ വിനോദ് മേനോൻ, സനിക് ശ്രീഹരി എന്നിവരും പാടിയിട്ടുണ്ട്. ദ്യുതി ദേവരാജനാണ് വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത്. ദേവൻ തിരുവഴിയോടിന്റെ സംവിധാനത്തിൽ ക്യാമറയെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് സുനിൽ ചിത്രയാണ്. ഈ ഒരു ആൽബത്തിൽ നമ്മൾ എങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്,
നമ്മൾ പാടത്ത് പോയി നെല്ല് കൊയ്ത് അത് പരമ്പിലിട്ട് ഉണക്കി അത് പ്ലാവ് ഉരലിൻ്റെ ഉള്ളിലിട്ട് ഇടിച്ച് കുറേ പണിയെടുക്കണം എന്നൊക്കെ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഇന്നത്തെ തലമുറയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു, അങ്ങനെയാണ് ഈ ഒരു പാട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതും. പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലാണ് ആൽബം ചിത്രീകരിച്ചിരിക്കുന്നത്. ജനം, ദുബായ്. പുത്തൻ പുലരിയിൽ സോഷ്യൽ സ്കൂപ്പ് കാണാം. സമൂഹ മാധ്യമങ്ങളിൽ വന്ന രസമുള്ള ചില വിമർശനങ്ങൾ, ചില രസകരമായ കുറിപ്പുകൾ ഒക്കെ ഒന്ന് നോക്കി വരാം. എന്തായാലും പി പ്രസാദ് പറഞ്ഞിരിക്കുന്നത് ഈ സയന്റിഫിക് കൊള്ളയടി എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷം ആണ് എന്നുള്ളതാണ്. നയ പൈസ വാങ്ങാതെ 100-ന് മുകളിൽ മൃതദേഹങ്ങൾ ദഹിപ്പിച്ച സേവാഭാരതിയോട് അഭിമാനം, അതും വരുന്നുണ്ട്. അതായത് ജനം ടിവിയുടെ തന്നെ കാർഡാണ്, സോഷ്യൽ മീഡിയ കാർഡാണ്. ദുരന്തത്തിൻ്റെ പേരിൽ ചെലവാക്കിയ കണക്കുകൾ വിവരിക്കുന്ന കാർഡ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രസാദ് എന്ന് പറയുന്ന ഐഡിയിൽ നിന്നാണ്. അവിടെയാണ് ഈ കമൻറ്റ്. എന്തായാലും അവിടെയും സേവാഭാരതിയുടെ നന്മ ഈ കൊള്ളയുടെ ഇടയിൽ കാണാൻ കഴിഞ്ഞ പ്രസാദ്, നന്ദി. അതോടൊപ്പം മറ്റൊരു രസകരമായ പോസ്റ്റ് കൂടിയുണ്ട്. ഈ ഓണത്തിന് പാചകം ചെയ്ത സാമ്പാർ, അവിയൽ, കാളൻ, കിച്ചടി, പച്ചടി, തീയൽ മുതലായ കറികളൊക്കെ ഇതുവരെ തീർന്നില്ല എന്ന് അശോകിന്റെ അല്ലേ, ഐ ആം അശോക് ഫോർ യുവിന്റെ എക്സ്പോസ്റ്റ് ആണ്. അത് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഉണ്ടായിരുന്നു, വായിക്കാൻ കഴിഞ്ഞില്ല സമയക്കുറവ് മൂലം. ഈ കട്ടയുടയ്ക്കൽ എന്നൊരു ചടങ്ങുണ്ട്, ചടങ്ങല്ല ഒരു പരിപാടിയുണ്ട് ചില ഇടങ്ങളിൽ എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മുടെ യൂട്യൂബ് പേജിൽ വന്ന കമന്റ് ആണ്. മറ്റൊന്നുമല്ല, ഈ അധികം വന്ന കട്ട പിടിച്ച ചോറൊക്കെ കൂടി ഉടച്ച് വെള്ളം ഒഴിച്ച് പഴയ കൂട്ടാനൊക്കെ ചേർത്ത് പഴങ്കഞ്ഞിയായി കഴിക്കുന്ന ഒരു സമ്പ്രദായം ഇതാണ് കട്ടയുടയ്ക്കൽ എന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണ ഇതൊന്നും തീർന്നിട്ടില്ല എന്നുള്ളൊരു പരാതി തന്നെ. സദ്യക്കായി ഇങ്ങനെ കാത്തിരിക്കും, സദ്യ കഴിച്ച് 2 നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ മടുപ്പായി. പിന്നെ ഇനി ഈ കറികളൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അടുത്തത് നചികേതസിന്റെ എക്സ്പോസ്റ്റ് ആണ്. അതെ, അതെന്തായാലും ഇന്റർവ്യൂ ചെയ്ത ആളിന് തന്നെ ആയിരിക്കും പറയുന്നത് അഭികാമ്യം. ജനം അഭിമുഖത്തിൽ മോഹൻലാൽ വിഷമത്തോടെ പറഞ്ഞ കാര്യമാണ് തിരുവനന്തപുരം മോഡൽ സ്കൂളിൻ്റെ ഇന്നത്തെ അവസ്ഥ. അവിടെ പഠിച്ച എന്നെയും വളരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. 2015-ൽ ക്രിസ് ഗോപാലകൃഷ്ണൻ, മോഹൻലാൽ തുടങ്ങിയവർ സ്കൂൾ പുനരുദ്ധാരണത്തിന് നടത്തിയ ഇടപെടലുകൾ വെറുതെ ആയി. പഴയ ഇടപെടലിൻ്റെ ഒരു വാർത്തയും ഒക്കെ അക്കൂട്ടത്തിൽ സ്ക്രീൻഷോട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നചികേതസിൻ്റെ തന്നെ മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട്. കേന്ദ്രം ഇതുവരെ കാശ് തന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഇന്ന് മനസ്സിലായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ചുരുങ്ങിയത് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ കണക്ക് കൺവിൻസ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിലെ ഒരു എൽ ഡി ക്ലർക്ക് പോലും ഈ കണക്ക് വലിച്ചെറിയും എന്നുള്ളതാണ്. കാരണം ടോർച്ച് ലൈറ്റ് വാങ്ങിയതിന് വരെ കോടികളുടെ കണക്കാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് സഖാവ് കുമാരപിള്ളയുടെ പോസ്റ്റാണ്. അതെ, എന്നാലും എൻ്റെ PJ ഇതെന്തു പറ്റി? ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ച ആ മനസ്സ് അന്ന് കണ്ടില്ല, ക്ഷമിക്കണം. ശരിക്കും അന്നേ മാറ്റത്തിന്റെ വഴിയിലായിരുന്നു അല്ലേ, അറിയാതെ പോയി എന്നുള്ളതാണ്. ഈ കാർഡാണ് ഇട്ടിരിക്കുന്നത്. രോഹിണി ആങ്കർ ചെയ്ത ഡിബേറ്റിന്റെ കാർഡാണ്. എന്തായാലും ആ തുറന്നു പറച്ചിൽ നേരത്തെ വലിയൊരു വന്ന മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ആ മനസ്സ് കാണാതെ പോയി എന്ന് പരിഹാസ രൂപേണ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്തത് അതൊന്ന് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇൻസ്റ്റഗ്രാമാണ്, ഇൻസ്റ്റഗ്രാമിൽ വന്ന ഇന്ത്യൻ കോമ്പസിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്, ഒന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് അതാണ്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ പല പരിപാടികൾ പങ്കെടുത്ത് അവിടെ ഒരിടത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എവിടെ നിന്ന് വേണമെങ്കിലും പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ വിളിച്ചു പറഞ്ഞ് ആശംസകൾ അറിയിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഓരോ ഭാരത പൗരനും പ്രധാനമന്ത്രി നൽകുന്നും ഉണ്ട്, കേൾക്കുകയും ചെയ്യും. അതെ, നമ്മൾ വിശ്വകർമ്മ ദിനത്തിന്റെ വാർത്തകൾ സംപ്രേഷണം ചെയ്ത സമയത്ത് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ പ്രകാശൻ വേലുക്കുട്ടി ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. 2023 സെപ്റ്റംബർ 17-നാണ് 13,000 കോടിയുടെ പഞ്ചവത്സര പദ്ധതി വിശ്വകർമ്മ കൗശൽ സമ്മാൻ യോജനയ്ക്കായി കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞുവെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ പറഞ്ഞത്.
ഗ്രാമ നഗരപ്രദേശങ്ങളിലായി 18 വിഭാഗങ്ങളിലെ പരമ്പരാഗത മേഖലകളിലെ തൊഴിലാളികളുടെ നൈപുണ്യ വികസനത്തിനും സ്വയം പര്യാപ്തതയ്ക്കും വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി കൂടിയാണിതെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരുന്നു. കേൾക്കാം. Vishwakarma Kaushal Samman, PM Vikas. For centuries, traditional artisans and craftspeople who work with their hands using tools, they're generally referred to as Vishwakarma. The art and the handicraft created by them represents the true spirit of Atmanirbhar Bharat. A package of assistance for them visualized. The new scheme will enable them to improve the quality, scale, and reach of their products, integrating them with the MSME value chain. The components of the scheme will include, but also access to advanced skill training, knowledge of modern digital techniques, and efficient green technologies, brand promotion, linkage with local and global markets, digital payments, and social. This will greatly benefit the scheduled castes, scheduled tribes, OBCs, women, and people belonging to the weaker sections. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. മലപ്പുറത്ത് ഇങ്ങനെ ആശങ്ക വ്യാപിക്കുക തന്നെയാണ്. മലപ്പുറത്ത് എടവണ്ണയിൽ മങ്കി പോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാൾ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ശിവദാസ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? മലപ്പുറത്ത് നിലവിൽ മലപ്പുറത്ത് നിപ്പ കേൾക്കാം രോഹിണി. നിലവിൽ മലപ്പുറത്ത് നിപ്പ ആശങ്കയിലാണ് മലപ്പുറം ജില്ല ഒന്നാകെ. അതിനിടയിലാണ് ഇപ്പോൾ മങ്കി പോക്സ് ലക്ഷണങ്ങളോടെ ഒരു യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ രോഗലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ നിലവിൽ ഇയാളുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ദുബായിൽ നിന്നും എത്തിയ വ്യക്തിക്കാണ് മങ്കി പോക്സിന്റെ ലക്ഷണങ്ങൾ ഉള്ളത്. ഇയാൾ മലപ്പുറം ഒതായി സ്വദേശിയാണ്. തിങ്കളാഴ്ച രാവിലെയാണ് മഞ്ചേരിയിൽ ചികിത്സ തേടിയത്. സ്രവ പരിശോധന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ലാബിലേക്കാണ് അയച്ചിട്ടുള്ളത്. നമുക്കറിയാം നിലവിൽ മലപ്പുറം ജില്ല അതീവ ജാഗ്രതയിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് നിപ്പ ബാധിച്ച ഒരു സാഹചര്യം. നിപ്പ ബാധിച്ച് ഒരു യുവാവ് മരിച്ചു. കഴിഞ്ഞ 9-ാം തീയതിയാണ് നിപ്പ ബാധിച്ച് യുവാവ് മരിച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ മങ്കി പോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാൾ ഇപ്പോൾ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉള്ളത്. ഈ നിലവിൽ നിപ്പയുമായി ബന്ധപ്പെട്ട് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 3 പഞ്ചായത്തുകളിലായി തിരുവാലി, അതോടൊപ്പം തന്നെ വണ്ടൂർ പഞ്ചായത്തുകളിലും അമ്പാട് പഞ്ചായത്തിലും അടക്കം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള മറ്റ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അടക്കം ഇപ്പോൾ ശരി ശിവദാസ്, എന്തായാലും നിപ്പയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഇനി മലപ്പുറത്ത് നിന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ നിപ്പ ബാധിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ ജാഗ്രതയിൽ തന്നെയാണ് മലപ്പുറം ജില്ല. 175 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 74 പേർ ഇതിൽ ആരോഗ്യ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. ഇതിൽ 126 പേരാണ് പ്രൈമറി കോണ്ടാക്ട് പട്ടികയിലും ഉള്ളത്. ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, എന്തായാലും മലപ്പുറത്ത് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്? രോഹിണി, മലപ്പുറം ജില്ല ഇപ്പോഴും അതീവ രോഹിണി മലപ്പുറം ജില്ല ഇപ്പോഴും അതീവ ജാഗ്രതയിൽ തന്നെയാണ്. കാരണം നിപ്പ ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നിലവിൽ 175 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. കഴിഞ്ഞ 9-ാം തീയതിയാണ് മലപ്പുറത്ത് 24 വയസ്സുള്ള യുവാവ് നിപ്പ ബാധിച്ച് മരിച്ചത്. ബാംഗ്ലൂരുവിൽ പഠിക്കുകയായിരുന്ന യുവാവ് നാട്ടിലേക്ക് എത്തി. അതിനുശേഷം ചികിത്സ തേടുകയായിരുന്നു. മസ്തിഷ്ക ജ്വരത്തിന് ഉള്ള ചികിത്സ ആയിരുന്നു തേടിയിരുന്നത്. പക്ഷേ പിന്നീട് ആ യുവാവ് മരിക്കുകയായിരുന്നു. പിന്നീട് സ്രവം പരിശോധിച്ചപ്പോൾ അത് നിപ്പ സ്ഥിരീകരിച്ചു. ഇതിനുശേഷം അതീവ ജാഗ്രതയിൽ തന്നെയാണ്
അവസ്ഥയിലാണ് മലപ്പുറം ജില്ല ഉള്ളത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ 3 പഞ്ചായത്തുകളിൽ ഫീൽഡ് സർവേ നടത്തിയിരുന്നു. മമ്പാട്, വണ്ടൂർ പഞ്ചായത്തിലും തിരുവാലി പഞ്ചായത്തിലുമാണ് ഫീൽഡ് സർവേ നടത്തിയത്. പ്രത്യേകിച്ച് പനി ലക്ഷണങ്ങൾ ഉള്ള ആളുകളെയും അതോടൊപ്പം തന്നെ മറ്റ് പകർച്ചവ്യാധികൾ ഉള്ള ആളുകളെയും കണ്ടെത്തുക എന്നതായിരുന്നു ഈ ഫീൽഡ് സർവേയുടെ ലക്ഷ്യം. ഇങ്ങനെ 2060 വീടുകളിലാണ് ഇങ്ങനെ പരിശോധന നടത്തിയത്. ഇന്നലെയാണ് ഈ പരിശോധന ആരംഭിച്ചത്. ആ പരിശോധന ഇന്നും തുടരും. 2060 വീടുകളിൽ പരിശോധന നടത്തിയത് 66 സംഘങ്ങളായിട്ടാണ്. ഇതിൽ കുടുംബശ്രീ പ്രവർത്തകരും അതോടൊപ്പം ആശാപ്രവർത്തകരും മറ്റ് ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തിക്കുന്ന ആളുകളും എല്ലാം തന്നെ ഈ സംഘത്തോടൊപ്പം ഉണ്ട്. ഇന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരും. ഇതോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്ലാസുകൾ ഇതോടൊപ്പം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത് 6 വാർഡുകളാണ്. ഈ വാർഡുകളിൽ കടുത്ത നിയന്ത്രണം ആണ് ഏർപ്പെടുത്തിയത്. പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച വാർഡുകളിൽ ഉള്ള ആളുകൾ പുറത്ത് ഇറങ്ങുന്നത് അടക്കം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പോലീസിന് കൃത്യമായ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 175 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അതിൽ തന്നെ 74 പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ 126 പേരാണ് പ്രൈമറി കോണ്ടാക്ട് പട്ടികയിൽ ഉള്ളത്. ശരി ശിവദാസ്, നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി കൂടി ചേരുന്നുണ്ട്. ശാലിനി, എന്തായാലും ഈ പ്രാഥമിക സമ്പർക്ക പട്ടിക പോലും വളരെ വിപുലമാണ്. തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടിയാലോചനകളും വിശകലനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. തുടർന്നുള്ള നടപടിക്രമങ്ങളൊക്കെ എപ്രകാരമായിരിക്കും? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ നിപ്പ വലിയ രീതിയിലൊരു ആശങ്കയായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 7 വർഷമായി തുടർച്ചയായി ഈ ഒക്ടോബർ നവംബർ ആ ഒരു സമയത്ത് രോഗവ്യാപനം ഉണ്ടാകുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തെ രോഗവ്യാപനം ഉണ്ടായ സാഹചര്യത്തിൽ ഇതിന്റെ ഉറവിടങ്ങൾ കണ്ടെത്താനോ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ പൂർത്തീകരിക്കാനോ സർക്കാരിനോ ആരോഗ്യവകുപ്പിനോ കഴിയുന്നില്ല എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് WHO ഭാഗത്തു നിന്നാണ്. അതിൽ പറയുന്നത് കഴിഞ്ഞ 7 വർഷമായി രോഗവ്യാപനം ഉണ്ടാകുന്നുണ്ട്. ഈ വൈറസിന് ജനിതകമാറ്റം അടക്കം സംഭവിച്ചിട്ടുണ്ട്. ഈ ജനിതകമാറ്റം അടക്കം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിയാത്തത് അത് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കുന്നു. അത് കൃത്യമായി തന്നെ കണ്ടെത്തേണ്ടതാണ് എന്നുള്ളതാണ്. അതെന്തായാലും കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം രോഗവ്യാപനം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യം, കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് എന്ത് ചെയ്യുന്നു എന്നൊരു ആശങ്ക ചോദ്യമൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷം അടക്കം ചോദിച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്നും WHO അടക്കം അത് ചോദിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഈ നിപ്പ സീസണുകൾക്ക് മുമ്പുള്ള വാർഷിക തയ്യാറെടുപ്പ് ആരോഗ്യ വിഭാഗം നടത്തുന്നില്ല എന്നൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാം, അതിന്റെ മരുന്ന് ലഭ്യത, അല്ലെങ്കിൽ അവരെ എങ്ങനെ ക്വാറന്റൈനിലാക്കണം, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാ തവണയും ആരോഗ്യവകുപ്പ് വീഴ്ച വരുത്തുന്നുണ്ട് എന്നൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. എന്തായാലും സംസ്ഥാനത്തിനകത്തേക്കും സംസ്ഥാനത്തിന് പുറത്തേക്കും പോകുന്നവരെയും വരുന്നവരെയും പ്രത്യേകമായി നിരീക്ഷിക്കാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക യോഗങ്ങൾ ചേരുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലും പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുകയാണ്. ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നവരും വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നവരെയും ഒക്കെ തന്നെ പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർ വളരെ കരുതലോടുകൂടി വേണം പോകാൻ. ഒപ്പം തന്നെ അവർ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും മുൻകരുതലുകൾ പാലിക്കാത്തതാണ് അടിക്കടി രോഗവ്യാപനം ഉണ്ടാകാനും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് സംസ്ഥാനം കടന്നു പോകാൻ ഇടയാക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് ഈ ഘട്ടത്തിൽ WHO ഭാഗത്തു നിന്ന് വരുന്നത്. അത് മറികടക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ തലത്തിലും ആരോഗ്യവകുപ്പും സ്വീകരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്. രോഹിണി, എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ പ്രതീക്ഷിക്കാം. പുത്തുമ്പുലരിയുടെ സമയം അവസാനിക്കുന്നു. പുതിയ റിപ്പോർട്ടറാണോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. രാജേഷിൻ്റെ പുതിയ റിപ്പോർട്ടറിൽ അദ്ദേഹം മുമ്പും റിപ്പോർട്ടറായിരുന്നു, അത് കഴിഞ്ഞ് ഡെസ്കിലായിരുന്നു. വീണ്ടും ഇപ്പോൾ മലപ്പുറത്ത് റിപ്പോർട്ടറായി പോയിരിക്കുകയാണ് ശിവദാസ് കന്മന. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും കമൻറ്റുകൾ കണ്ടു. എല്ലാം വായിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അത്രയധികം വാർത്തകളും വിശേഷങ്ങളും ഉണ്ടായിരുന്നു. ദയവായി തുടരുക. തുടർന്നുള്ള മണിക്കൂറുകളിൽ ഓണം പരിപാടികളുണ്ട്, വാർത്തകളും ഉണ്ട് ഇടയ്ക്കൊക്കെ. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. നമസ്തേ.